ചിന്തിച്ചാൽ ഈ സർക്കാർ അധികാരത്തിൽ വന്നാൽ ഗാന്ധിജിയെ തള്ളിപ്പറയുന്ന, നെഹ്റുവിനെ താഴെ ഇറക്കുന്ന ആ പാഠപുസ്തകങ്ങളിലേക്ക് നെഹ്റു കയറി വരും, ഗാന്ധിജി കയറി വരും. PM ശ്രീ എന്ന പദ്ധതി വലിച്ചു ചവട്ടുകൊട്ടയിലേക്ക് ഞങ്ങൾ എറിയും. സമ്മേളനത്തിന് ശേഷം താങ്കളുടെ ഈ ഞങ്ങൾക്കൊരു പ്രതിസന്ധി ആവില്ല. പിന്നെ പറഞ്ഞ കാര്യങ്ങളിൽ എനിക്ക് കൃത്യമായ ക്ലാരിറ്റിയും അതെങ്ങനെ പറയണമെന്ന് അറിയുന്നതുകൊണ്ടും നിങ്ങളത് പിന്നെയും പിന്നെ ചർച്ച ചെയ്യുന്നുള്ള സന്തോഷം ഞാൻ അറിയിക്കുകയാണ്. രാഷ്ട്രീയക്കാര് പണ്ടേ അങ്ങനെയാണ്, ഒന്ന് പറയും വേറൊന്ന് പ്രാവർത്തികമാക്കും. ആദ്യം PM ശ്രീ അറബിക്കടലിൽ എറിയുമെന്ന് പറഞ്ഞു. അധികാരത്തിലെത്തിയപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് നമ്മളെല്ലാവരും കാണുന്നു. വാഗ്ദാനങ്ങളും പ്രഖ്യാപനങ്ങളും മാത്രമല്ല, പ്രാവർത്തികമാക്കാൻ കഴിയുന്ന പ്രായോഗിക നിലപാടുകളാണ്, പ്രാവർത്തികമാക്കുന്ന പ്രായോഗിക നിലപാടുകളാണ് പ്രധാനം എന്നുള്ളതാണ് സഹോദരങ്ങളെ, സഹോദരിമാരെ. അതുകൊണ്ട് ജീവിതം കൊണ്ട് പ്രാവർത്തികമാക്കുക, നിലപാടുകൾ കൊണ്ട് പ്രാവർത്തികമാക്കുക എന്നുള്ളതാണ്. PM ശ്രീ 4 വോട്ടിനായി കോൺഗ്രസും ലീഗും വസ്തുതാവിരുദ്ധമായി തള്ളിയതാണ്. പക്ഷേ കാലത്തിൻ്റെ കാവ്യനീതി വെറുതെ വിട്ടില്ല. ഇടത് സർക്കാരിൻ്റെ കാലത്ത് സെക്രട്ടറി തലത്തിൽ MOU ഒപ്പുവെച്ചു എന്നത് ശരിയാണ്. പക്ഷേ അതേ ഇടത് കാലത്ത് തന്നെ അതുമായി മുന്നോട്ട് പോകാൻ താല്പര്യമില്ലെന്ന് രേഖാമൂലം അറിയിച്ചതാണ്. പക്ഷേ അതിൻ്റെ എല്ലാം പേരിൽ ഇല്ലാ പൊല്ലാ വചനങ്ങൾ പറഞ്ഞ് അറബിക്കടലിലെറിയുമെന്ന് വീമ്പ് പറഞ്ഞവർ ഇപ്പോൾ ആണയിടുകയാണ്. PV അബ്ദുൽ വഹാബിൻ്റെയും ജബി മേത്തറുടെയും ചോദ്യങ്ങൾക്ക് ഇടതുപക്ഷക്കാർ പറഞ്ഞതാണ് ശരിയെന്ന് പാർലമെന്റിൽ മറുപടി കിട്ടി. പെണ്ണും ചെറുക്കനും തമ്മിൽ കാണുക പോലും ചെയ്യാത്ത സമയത്ത് തങ്ങൾ വന്നാൽ നിക്കാഹ് നടക്കൂല എന്ന് പറഞ്ഞവരും കൂട്ടരും ഇപ്പോൾ ഇഞ്ചി കൃഷി നടത്തിയ, അല്ല ഇഞ്ചി കടിച്ച കുരങ്ങൻ്റെ അവസ്ഥയിലാണ്. ഇപ്പോൾ പറയുന്നത് പെണ്ണുകാണൽ നടന്നില്ലേലും നിക്കാഹ് നടത്തണമെന്ന് അവർ നിർബന്ധിക്കുന്നു, പിന്മാറാൻ പറ്റില്ലത്രേ. എൻ്റെ കോൺഗ്രസേ മുസ്ലിം ലീഗേ, ഇജ് ബെടക്കാക്കി തനിക്കാക്കല്ല. വിവരമുള്ളവർക്കൊക്കെ കാര്യം തിരിഞ്ഞു. പണ്ഡിതന്മാരും നിങ്ങൾക്കൊപ്പം നിന്ന നാട്ടുകാർ പോലും കാര്യം മനസ്സിലാക്കി. അന്ന് വെറുതെ LDFനെതിരെ ഗുണ്ടുവിട്ടതാണ്. ഇന്ന് മോദിക്ക് കീഴ്പ്പെട്ട് PM ശ്രീയുടെ പണവും വാങ്ങി സംഘപരിവാർ സിലബസ് നടപ്പാക്കണം. പണം വാങ്ങണം, എന്നിട്ടോ പാപഭാരം ഒന്നും അറിയാത്ത മുമ്പുള്ളവരുടെ തലയിൽ വെക്കണം. വല്ലാത്ത ബുദ്ധി തന്നെ. പക്ഷേ ഡീൽ രാഷ്ട്രീയത്തിൻ്റെ മുള്ളു തൊണ്ടയിൽ കുരുങ്ങിയ അവസ്ഥയിലാണ് UDF. കയ്യും കോണിയും മോദി ശ്രീയിൽ കൈകോർക്കുമ്പോൾ കളവ് പറഞ്ഞവർ കുടുങ്ങുകയാണ്. നമുക്ക് ചർച്ച ചെയ്യാം. നമ്മുടെ ചർച്ചയെ സമ്പന്നമാക്കുന്ന അതിഥികൾ: ഡോക്ടർ PK ഗോപൻ, CPIM; B റജി, കോൺഗ്രസ് സഹയാത്രികൻ; മുതിർന്ന മാധ്യമപ്രവർത്തകൻ MJ ചന്ദ്രൻ. ശ്രീ B റജി, കോൺഗ്രസ് സഹയാത്രികൻ, PM ശ്രീയുടെ വിഷയത്തിൽ നിങ്ങൾ പറഞ്ഞത് കളവാണെന്നും ഇടതുപക്ഷക്കാർ ആവർത്തിച്ച് പറഞ്ഞതാണ് ശരിയാണ് എന്നും PV അബ്ദുൽ വഹാബിന് പാർലമെൻറ്റിൽ നിന്ന് കിട്ടിയ മറുപടി സാക്ഷ്യം. ഇനി പറയൂ, PM ശ്രീയുമായി നിങ്ങൾ മുമ്പോട്ട് പോകുമോ? നിങ്ങളിൽ UDFൽ എന്തെങ്കിലും വ്യക്തതയുണ്ടോ ഈ വിഷയത്തിൽ? നോക്കൂ ശ്രീ അജംഷാദ്, അങ്ങ് ഇൻട്രോയിൽ പറഞ്ഞ ഒരു പോയിന്റ് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ചർച്ചയിലേക്ക് നമുക്ക് കിടക്കാം. അതായത് അങ്ങ് പറഞ്ഞു മുന്നോട്ട് പോകാൻ താല്പര്യമില്ല എന്ന് LDF സർക്കാർ അറിയിച്ചു എന്ന്. അത് വസ്തുതാവിരുദ്ധമാണ്. കീപ്പ് ഇൻ അബയൻസ് അത് 4 മാസം ഉണ്ടായിട്ട് ഒരിക്കൽ പോലും ഈ പദ്ധതിയിൽ നിന്ന് MOU ഒപ്പിട്ടതിന് ശേഷം പിന്മാറുവാൻ ഒരു കത്ത് കേന്ദ്രത്തിന് നൽകിയിരുന്നില്ല. അത് ഒന്നാമത്തെ കാര്യം. അപ്പോൾ LDF സർക്കാർ ഇതിൻ്റെ MOU ഒപ്പിട്ടു. ഇനി MOU ഒപ്പിടുന്നതിന് 1 വർഷം മുമ്പ് ഒരു അഷുറൻസ് ലെറ്റർ സംസ്ഥാനത്തിൻ്റെ ഇവിടുത്തെ വിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറി കേന്ദ്രത്തിന് അയച്ചിരുന്നു. ഞങ്ങൾ ഇതിനുള്ള നടപടികൾ സ്വീകരിക്കുന്നു, ഇതിലേക്ക് ഞങ്ങൾ പോകുന്നു, അതുകൊണ്ട് ഞങ്ങളുടെ റീഇംബേഴ്സ്മെൻ്റ് ആയിട്ടുള്ള എമൗണ്ട് ഞങ്ങൾക്ക് നൽകണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കത്ത് കൊടുത്തിരുന്നു. ഇനി അതിനുശേഷം MOU ഒപ്പിടുന്നു. MOU ഒപ്പിട്ടാൽ അതിൻ്റെ വ്യവസ്ഥകൾ പ്രകാരം അതിൽ നിന്ന് പിന്മാറുവാനുള്ള അവകാശം സംസ്ഥാനങ്ങൾക്കില്ല. മറിച്ച് കേന്ദ്രത്തിന്, അതായത് കേന്ദ്രത്തിൻ്റെ സ്കൂൾ വിദ്യാഭ്യാസവും സാക്ഷരതയും വകുപ്പിന് മാത്രമാണ് അതിൽ നിന്ന് പിന്മാറാനുള്ള വ്യവസ്ഥ പ്രകാരം അനുമതിയുള്ളത്. അതിൽ പൊതു താൽപ്പര്യാർത്ഥം ഈ കരാർ 30 ദിവസത്തെ നോട്ടീസ് നൽകി റദ്ദാക്കുകയോ അവസാനിപ്പിക്കുകയോ ചെയ്യുന്നതിനുള്ള അവകാശം കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിൻ്റേതാണ്. ഇങ്ങനെ ഈ PM ശ്രീ പദ്ധതിയിൽ, കേന്ദ്ര വിദ്യാഭ്യാസ നയത്തിൻ്റെ ഭാഗമായി നടപ്പാക്കുന്ന PM ശ്രീ പദ്ധതിയിൽ ചേരാമെന്നുള്ള ധാരണാപത്രത്തിൽ LDF സർക്കാർ ഒപ്പുവച്ച് അതിൽ നിന്ന് പിന്മാറാൻ സംസ്ഥാനത്തിന് വ്യവസ്ഥ പ്രകാരം കഴിയാത്ത സാഹചര്യത്തിൽ ഇതിൻ്റെ
എല്ലാവിധ വശങ്ങളെക്കുറിച്ചും പരിശോധിച്ച് ശരി, താങ്കൾ സംസ്ഥാനത്തിന്റെ പറഞ്ഞ ആ വ്യവസ്ഥാപിതമായി പിന്മാറാൻ പറ്റാത്തില്ല എന്ന് താങ്കൾ പറഞ്ഞ ആ പോയിന്റിൽ നിന്ന് ഞാനും തുടങ്ങാം. നമുക്ക് ചർച്ച തുടരാം. അതായത് വെദർ കേരള ഹാസ് സൈൻഡ് ഓർ വിഡ്രോവൽ ഫ്രം PM ശ്രീ എലോങ് വിത്ത് ദ ഡേറ്റ്സ് ആൻഡ് ഡീറ്റെയിൽസ് ദെയർ ഓഫ്. അത് PV അബ്ദുൽ വഹാബ് മുസ്ലിം ലീഗിൻ്റെ MP ചോദിച്ചതാണ്. ഇതിനകത്ത് ദി സ്റ്റേറ്റ് ഓഫ് കേരള ഹാസ് സൈൻഡ് ദ MOU ഓൺ 23 ഒക്ടോബർ 2025 വിച്ച് ഹാസ് ടു ബി ഫോളോഡ് ബൈ ട്രാൻസ്പെറൻറ്റ് ചലഞ്ച് മോഡ് ഫോർ ദി സെലക്ഷൻ ഓഫ് PM ശ്രീ സ്കൂൾസ്. അതിൽ തന്നെ അവസാനം പറയുന്നു therefore the states that do not sign the MOU or withdraw from the scheme stand to miss out on these benefits of PM ശ്രീ scheme. അതായത് ഈ MOU ഒപ്പിടാതിരിക്കുകയോ അല്ലെങ്കിൽ ഇതിൽ നിന്ന് വിഡ്രോ ആവുകയോ ചെയ്താൽ ഈ പദ്ധതിക്കുള്ള പണം കിട്ടില്ല, PM ശ്രീക്കുള്ള സ്കീമിനുള്ള പണം കിട്ടില്ല. ഇത് മാത്രമാണ് പറയുന്നത്. ഇതേ മാർഗത്തിൽ MOU അല്ല, അതിനപ്പുറത്തേക്ക് എഗ്രിമെൻ്റായി കോൺട്രാക്റ്റായ പഞ്ചാബ് ഇതേ കരാറിൽ നിന്ന് പിന്മാറിയിട്ടുണ്ട്. നമ്മുടെ മുന്നിൽ അതിൻ്റെ ഉദാഹരണം നിൽക്കുകയാണ്. പഞ്ചാബ് നിങ്ങൾ ഭരിച്ചിട്ടുള്ള നാടാണല്ലോ, വിളിച്ചു ചോദിക്കാമല്ലോ നിങ്ങൾക്ക്. അപ്പോൾ നിങ്ങൾ പറഞ്ഞത് തെറ്റല്ലേ? ഒന്ന്, MOU കോൺട്രാക്റ്റ് അല്ല, എഗ്രിമെൻ്റ് അല്ല. MOU സെക്രട്ടറി തലത്തിൽ ഒപ്പിട്ടതാണ്, അതിൽ നിന്ന് പിന്മാറിയതാണ്, പിന്മാറാനായി രേഖാമൂലം തന്നെ സമീപിച്ചതാണ്. ഒന്ന്. രണ്ട്, MOU ഒപ്പിട്ടു എന്ന് പറഞ്ഞ് ഈ കരാറിൽ ബൈൻഡിങ് ആകില്ല, അത് നടത്താൻ നിർബന്ധിതമാകുന്ന ഒരു സാഹചര്യവുമില്ല. പിന്മാറിയാൽ ഇതിൽ ലഭിച്ച പണം, ഇത് ഈ പദ്ധതിക്കുള്ള പണം ലഭിക്കില്ല എന്ന് മാത്രമേ ഉള്ളൂ എന്ന് ഇന്നിതാ PV അബ്ദുൽ വഹാബിന് രേഖാമൂലം പാർലമെൻറ്റിൽ നിന്നും കേന്ദ്ര സഹമന്ത്രിയുടെ മറുപടിയുണ്ട്. മാത്രമല്ല, നിങ്ങൾ എന്തിനാണ് നിങ്ങൾ അധികാരത്തിലെത്തിയാൽ വലിച്ചു കീറി ഇത് അറബിക്കടലിൽ എറിയുമെന്ന് പറഞ്ഞത്? ഇതിൻ്റെ സ്റ്റാറ്റസ് മനസ്സിലാക്കാതെയാണോ? അപ്പോൾ 3 ചോദ്യങ്ങൾ. ഒന്ന്, MOU എഗ്രിമെൻ്റ് അല്ല. 2, MOU അല്ല, ഇനി കരാറല്ല, എന്തിൽ നിന്നും പിന്മാറാം, പിന്മാറിയാൽ അതിൽ നിയമപരമായ ഒരു ബൈൻഡിങ്ങും ഇല്ല സംസ്ഥാനത്തിന് എന്ന് തെളിവുണ്ടായിട്ടിരിക്കെ നിങ്ങൾ ഈ പറയുന്നത് വസ്തുതാവിരുദ്ധമല്ലേ? നോക്കൂ, ഇത് സർക്കാർ ഒരു തുടർച്ചയാണ്. സർക്കാരുകൾ അതിൻ്റെ തുടർച്ചയിൽ പല കാര്യങ്ങളും ചില കരാറുകളിൽ നിന്ന് പിന്മാറാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകും. അത് സ്വാഭാവികമായിട്ടുള്ള ഒരു കണ്ടിന്യൂമായിട്ട് വരുന്നതാണ്. ഞാൻ പറഞ്ഞു തീർന്നില്ല. കരാറായില്ല. പെണ്ണ് കാണൽ പോലും നടക്കാത്തിടത്ത് നിൽക്കാതെ നടക്കുമെന്ന് പറയുന്നത് അങ്ങ് കോട്ട് ചെയ്ത വാക്കുകളിൽ തന്നെയുണ്ട്. MOU സൈൻ ചെയ്യുന്നതിനെ സംബന്ധിച്ചുള്ള പരാമർശം അതിലുണ്ട്. അത് അവിടെ നിൽക്കട്ടെ. ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്താണ്? അതായത് കേന്ദ്രം സാമ്പത്തികമായി ഒരു സമ്മർദ്ദം സംസ്ഥാനത്തിന് മുകളിൽ ചുമത്തുന്നു. സംസ്ഥാനത്തിന് വിദ്യാഭ്യാസപരമായിട്ടുള്ള അതിൻ്റെ സ്വയംഭരണാധികാരവും സിലബസിലെ ഉള്ള സ്വയം നിയന്ത്രണ അവകാശവും കേന്ദ്രത്തിന് മുമ്പിൽ സമർപ്പിക്കുവാൻ വൈമുഖ്യമുണ്ട്. അത് രാഷ്ട്രീയമായും നയപരമായുമുള്ള ഓരോ സംസ്ഥാനത്തിൻ്റെയും അവകാശമാണ്. ഇത് തമ്മിലുള്ള ഈ നയപരമായിട്ടുള്ള ഈ നയങ്ങളും ഈ നിലപാടുകളും വിരുദ്ധമായ ഫാക്ച്വൽ എററുകളെല്ലാം ഉള്ളപ്പോൾ, അതായത് MOU എഗ്രിമെൻ്റ് ആയിട്ടില്ല, MOU ഒപ്പുവെച്ചു, അത് പിന്മാറി, അതുകൊണ്ട് നിയമപരമായി നടപ്പാക്കാനോ തുടരാനോ ഉള്ള ഒരു ബാധ്യതയും സംസ്ഥാനത്തിനില്ല. ഇനി കരാറിൽ ഒപ്പിട്ടവർ തന്നെ പിന്മാറിയ ചരിത്രം പഞ്ചാബിൻ്റെ കാലത്ത് സമീപകാലത്ത് ഉദാഹരണമായുണ്ട് എന്നൊക്കെ ഇരിക്കെ ആ ഫാക്ച്വൽ എററുകളെല്ലാം അവിടെ നിൽക്കെ ഞാൻ അതൊന്നും ചോദ്യം ചെയ്തില്ല. ഇതൊന്നും അറിയാതെയാണോ നിങ്ങൾ ഇത് അറബിക്കടൽ എറിയുമെന്ന് പറഞ്ഞത്? സർക്കാർ അന്ന് തുടർച്ചയാണെന്ന് നിങ്ങൾ അറിഞ്ഞില്ലേ? അപ്പോൾ ആരെ കബളിപ്പിക്കാനായിരുന്നു അന്ന് നിങ്ങളത് പറഞ്ഞത്? നോക്കൂ, അന്ന് ഉയർന്നു വന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവാദം എന്തായിരുന്നു? അതായത് 2020 നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ഇന്ത്യ മഹാരാജ്യത്ത് അവതരിപ്പിച്ചപ്പോൾ അതിനെ നഖശികാന്തം UDF-ഉം അല്ലെങ്കിൽ LDF-ഉം എതിർത്തിരുന്നു. LDF അതിൻ്റെ ആദ്യകാലം മുതൽ തന്നെ വലിയ പ്രക്ഷോഭങ്ങളുമായി രംഗത്ത് വരികയും കോൺഗ്രസും ശക്തമായ പ്രക്ഷോഭങ്ങൾ ഉണ്ടാകുകയും ചെയ്തു. കാരണം RSSൻ്റെ അല്ലെങ്കിൽ സംഘപരിവാറിൻ്റെ രാഷ്ട്രീയ അജണ്ട, വിദ്യാഭ്യാസപരമായ അജണ്ട നടപ്പാക്കി ഇവിടുത്തെ സെക്കുലറിസവും അതുപോലെ ജനാധിപത്യ മര്യാദകളും അതുപോലെ സോഷ്യലിസവും ഒക്കെ തകർത്തുകൊണ്ട് വർഗീയ രാഷ്ട്രീയം നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായി കേന്ദ്ര വിദ്യാഭ്യാസ നയം രാജ്യത്ത് അടിച്ചേൽപ്പിക്കാൻ ശ്രമം നടത്തുന്നു എന്നുള്ളതായിരുന്നു നമ്മുടെ പ്രക്ഷോഭത്തിൻ്റെയൊക്കെ അടിസ്ഥാനം. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ശക്തമായ പ്രക്ഷോഭം നടക്കുന്ന അതേ ഘട്ടത്തിൽ തന്നെയാണ് 2024 മാർച്ച് 30 ഇവിടെ അഷുറൻസ് ലെറ്റർ കൊടുക്കുന്നത്. ഞങ്ങൾ ഇവിടെ ഈ NEP-യുടെ ഭാഗമായിട്ടുള്ള PM ശ്രീ നടപ്പാക്കാം എന്ന് പറഞ്ഞിട്ട് ആ അഷുറൻസ് ലെറ്റർ നമുക്ക് പബ്ലിക് ഡൊമൈനിൽ നമുക്ക് ലഭ്യമാണ്. ഇനി അന്ന് ഉന്നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതിഷേധം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു CPM, അതായത് അന്നത്തെ മന്ത്രിസഭയിൽ PM ശ്രീയിൽ ഒപ്പിടുന്ന വിഷയം ചർച്ച ചെയ്തില്ല, അന്നത്തെ ക്യാബിനറ്റിൽ ചർച്ച ചെയ്തിരുന്നില്ല, അന്നത്തെ മുന്നണിയിൽ ചർച്ച ചെയ്തിരുന്നില്ല. ഈ വിഷയമാണ് അധികാരത്തിലെത്തിയപ്പെട്ടത്.
നിങ്ങളുടെ കൂട്ടർ അധികാരത്തിലെത്തിയാൽ ഇത് വലിച്ചു കീറി അറബിക്കടലിൽ കളയുമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ എന്തിനാണ് ഗവൺമെൻറ്റിൻ്റെ തുടർച്ചയെന്ന് പറയുന്നത്? നോക്കൂ, അത് പറയാം. നോക്കൂ, ഇപ്പോൾ നിലവിലെ സ്ഥിതി എന്താണ്? UDF സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഒരു കരാറിലും ഈ നിമിഷം വരെ ഒപ്പിട്ടിട്ടില്ല. അപ്പോൾ മുൻ സർക്കാർ MOU ഒപ്പിട്ടു, അതിൻ്റെ വ്യവസ്ഥകൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഇനി എന്താണ്? സംസ്ഥാനത്തിൻ്റെ വിദ്യാഭ്യാസ സ്വാതന്ത്ര്യം നിലനിർത്തുവാനും ഈ വർഗീയ അജണ്ടയിലേക്ക് വഴിപ്പെടാതിരിക്കാനും വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്ന് ആലോചിക്കുന്നതിന് വേണ്ടി ഒരു ക്യാബിനറ്റിൻ്റെ സബ് കമ്മിറ്റിയെ ഫോം ചെയ്തിട്ടുണ്ട്. ആ ക്യാബിനറ്റിൻ്റെ സബ് കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിക്കുന്ന നിങ്ങളുടെ UDF കൺവീനർ ഇങ്ങനെയല്ലല്ലോ ഇന്നലെ പറഞ്ഞത്. ഇന്ന് മാറ്റി പറയാൻ ശ്രമിച്ചു. ഇന്നലെ പറഞ്ഞത് ഇങ്ങനെ ആയിരുന്നില്ലല്ലോ. UDFൽ ചർച്ച ചെയ്തു, ലീഗ് അടക്കമുള്ളവരുണ്ടായിരുന്നു എന്നായിരുന്നല്ലോ. നോക്കൂ, ആ വാക്കുകൾ കൂടി കേട്ടതിന് ശേഷം അതും ഇന്ന് PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത്, അതായത് നിങ്ങൾ ഉള്ളിലുള്ള വൈരുദ്ധ്യം ബോധ്യമാകുന്ന ആ രണ്ട് വാക്കുകൾ ഇന്നലെ UDF കൺവീനർ പറഞ്ഞത് കൂടി ഒന്ന് കേൾക്കാം. അത് പിന്മാറാൻ പറ്റില്ലല്ലോ, അത് നടപ്പാക്കുക. അത് കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്നും ലഭ്യമാകുന്ന ഫണ്ട് എവിടെയൊക്കെ വിനിയോഗിക്കണം എന്നതിനെക്കുറിച്ച് UDF തീരുമാനിക്കും. ഇന്നലെ UDFൽ PMC സംബന്ധിച്ച് യാതൊരുവിധ ചർച്ചയുണ്ടായില്ല. UDF ചർച്ച ചെയ്തു, ലീഗ് വേറെ അഭിപ്രായം പറഞ്ഞു, കോൺഗ്രസ് വേറെ അഭിപ്രായം പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ഉണ്ടാക്കുന്നത് അടിസ്ഥാനരഹിതമായൊരു വാർത്തയാണ്. ഇന്നലെ ചർച്ച ചെയ്തിട്ടില്ല, ഇന്നലെ അങ്ങനെ ഒരു അജണ്ട ഉണ്ടായിരുന്നില്ല. ഒരു ചർച്ച നടന്നിട്ടില്ല. ഇന്നലെ UDFിലെ കൺവീനർ UDF യോഗശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അതെ, UDF കൺവീനർ പറഞ്ഞു എന്നുള്ളത് ശരിയാണ്. അദ്ദേഹത്തിന് UDF യോഗത്തിന് ശേഷം നടത്തുന്ന പത്രപ്രവർത്തകർ ചോദിക്കുന്ന ചോദ്യത്തിന് അദ്ദേഹത്തിൻ്റെതായ ശൈലിയിൽ ഒരു മറുപടി പറയാലോ. UDF ചർച്ച ചെയ്തു, എന്നിട്ട് ലീഗ് വേറെ അഭിപ്രായം പറഞ്ഞു, കോൺഗ്രസ് വേറെ അഭിപ്രായം പറഞ്ഞു എന്നൊക്കെയാണ്. അത് 100% കളവാണ്. എന്താണ് ബി റജീദ്? UDF കൺവീനർ പറയുന്നു ഇത് ചർച്ച ചെയ്തു, ലീഗ് അടക്കമുള്ള വേദിയിൽ ചർച്ച ചെയ്തു എന്ന് പറയുന്നു. ഇതിൻ്റെ പണം വിനിയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് തീരുമാനിച്ചു എന്ന് പറയുന്നു ഇന്നലെ UDF കൺവീനർ. ഇതാ PK കുഞ്ഞാലിക്കുട്ടി ഇതൊന്നും അറിയുന്നില്ല, അത് ചർച്ച ചെയ്തിട്ടേയില്ല, അങ്ങനെ പറയുന്നത് നിങ്ങളുണ്ടാക്കിയതല്ല. അതിനാണ് ഇന്നലെ അടൂർ പ്രകാശ് പറഞ്ഞ വാക്കുകൾ കൂടി കേൾപ്പിച്ചത്. അപ്പോൾ അടൂർ പ്രകാശ് പറഞ്ഞു തീരുമാനിച്ചു, പണം വിനിയോഗിക്കേണ്ടത് എങ്ങനെയാണെന്ന് തീരുമാനിച്ചു എന്ന്. പക്ഷേ ലീഗ് നേതാവ് പറയുന്നു അങ്ങനെ UDFൽ തീരുമാനിച്ചിട്ടില്ലെന്ന്. എന്താണ് നിങ്ങൾ ഹൈഡ് ചെയ്യുന്നത്? പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ നിങ്ങൾ ഹൈഡ് ചെയ്യുന്നത് എന്താണ്? പാളയം ഇമാമിനെ പോലെയുള്ളവർക്ക് വരെ ഈ തരത്തിലേക്ക് നമ്മൾ തുടക്കത്തിൽ കേട്ടതുപോലെ പ്രതികരിക്കേണ്ടി വരുന്നു നിങ്ങൾക്കെതിരെ. അങ്ങനെയാണ് എങ്കിൽ എന്താണ് നിങ്ങൾ ഹൈഡ് ചെയ്യുന്നത്? വിദ്യാഭ്യാസ അവകാശ നിയമത്തിൻ്റെ ഭാഗമായി കേന്ദ്രാവിഷ്കൃത പദ്ധതികൾക്ക് 60% സാമ്പത്തിക സഹായം സംസ്ഥാനങ്ങൾക്ക് ലഭിക്കേണ്ടതുണ്ട്. അങ്ങനെ SSKയുടെ ഭാഗമായി നമുക്ക് 1643 കോടി രൂപയാണ് നമുക്ക് 2022-23 കാലം മുതൽ ഈ അടുത്ത വർഷം വരെ ഇപ്പോൾ വരെ ഈ 24-25-26 വരെ നമുക്ക് ലഭിക്കും. അപ്പോൾ അതിൻ്റെ ഭാഗമായി പക്ഷേ ഒരു കാര്യം, അതിൻ്റെ ഭാഗമായി ഇതൊന്നുമല്ല അറബിക്കടലിൽ എറിയുമെന്ന് പറഞ്ഞവർ ഇപ്പോൾ എന്ത് സംഭവിച്ചതെന്നാണ് ഞാൻ ചോദിച്ചത്. അതിന് കൃത്യമായൊരു ഉത്തരം പറയാതെ താങ്കൾ അതിനെ ചുറ്റും വട്ടമിട്ട് കറങ്ങുകയാണ്. ഞാൻ തിരിച്ചെത്താം ബി റജീദ്, തിരിച്ചെത്താം. മറ്റതികൾ കൂടിയുണ്ടല്ലോ. ശ്രീ ഡോക്ടർ PK ഗോപൻ, എന്താണ് LDF അന്ന് പറഞ്ഞതും ഇന്ന് UDF ചെയ്യുന്നതുമായി ഇതിലെ വൈരുദ്ധ്യങ്ങൾ? എന്തൊക്കെ കാര്യങ്ങളാണ് ഇവിടെ LDFന് രാഷ്ട്രീയമായി തുറന്നു കാട്ടാനുള്ളത്? ശ്രീ അജിംഷാ, എനിക്ക് ഇതിൽ ശ്രീ റെജിയുടെ ഊഴം വരുമ്പോൾ അറിയേണ്ടുന്നൊരു കാര്യം, PMC എന്ന പദ്ധതിയോട് കോൺഗ്രസിന്റെ നിലപാടെന്താണ്? അതായത് ഇന്ത്യ രാജ്യത്ത് PMC നടപ്പിലാക്കണമോ വേണ്ടയോ, അല്ലെങ്കിൽ PMC എന്ന പദ്ധതി കോൺഗ്രസിനെ സംബന്ധിച്ച് അനുകൂലമായ പദ്ധതിയാണോ പ്രതികൂലമായ പദ്ധതിയാണോ? അദ്ദേഹത്തിന്റെ ഊഴം വരും പറഞ്ഞാൽ മതി. ഞാനത് തുടക്കത്തിൽ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് സർക്കാർ ഒരു തുടർച്ചയാണ്, നടപ്പാക്കിയേ പറ്റൂ എന്ന വാദമാണ്. ഞാൻ ഈ കേരളത്തിലെ സർക്കാരിന്റെ കാര്യമല്ല പറഞ്ഞു, ഞാൻ കേരളത്തിലെ കാര്യമല്ല പറയുന്നത്. നമ്മുടെ രാജ്യത്ത് PMC പദ്ധതി നടപ്പിലാക്കുന്നതിനോട് കോൺഗ്രസിന്റെ നിലപാട്, AICCയുടെ നിലപാട് എനിക്കറിയേണ്ടത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നിലപാട് എന്താണ് PMCയുടെ കാര്യത്തിൽ? ആ നിലപാട് അവർ വിശദീകരിക്കാൻ ബാധ്യസ്ഥമാണ്. കാരണം ഇന്ത്യ രാജ്യത്ത് ആദ്യമായി PMC ഒപ്പിടുന്നത് കോൺഗ്രസിന്റെ ദേശീയ നേതാവായ വർക്കിംഗ് കമ്മിറ്റി മെമ്പറായ അശോക് ഗെഹ്ലോട്ട് മുഖ്യമന്ത്രിയായ രാജസ്ഥാനിലാണ് ആദ്യമായി ഒരു പ്രതിപക്ഷ സർക്കാർ ഒപ്പിടുന്നത്. ബാക്കി BJP സർക്കാർ ഒപ്പിട്ടു. അതിനുശേഷം ഇന്ന് കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ സ്റ്റേറ്റിലും PMC നടപ്പിലാക്കുന്നുണ്ട്. കുഞ്ഞാലിക്കുട്ടി സാഹിബിന് എവിടാ തർക്കം? കർണാടകത്തിൽ നിന്ന് മാറ്റണോ? തെലങ്കാനയിൽ നിന്ന് മാറ്റണോ? രാജസ്ഥാൻ BJP ഭരിക്കുന്നത്. ഹിമാചലിൽ നിന്ന് മാറ്റണോ? എവിടുന്നാ PMC മാറ്റേണ്ടത്? കോൺഗ്രസിന്റെ നിലപാടാണ് സർ ഇത്.
ലീഗിന്റെ ആളുകൾ ഉൾപ്പെടെ മനസ്സിലാക്കേണ്ടത് കോൺഗ്രസിന്റെ നിലപാട് PMC വേണമെന്ന് തന്നെയാണ്. അതാണ് ഒന്നാമത്തെ കാര്യം. അപ്പൊ കോൺഗ്രസ് ഈ നിലപാട് ദേശീയ അടിസ്ഥാനത്തിൽ എന്താണ് എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഊഴത്തിൽ വ്യക്തമാക്കണം. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ് PMCയുടെ ധാരണാപത്രത്തിൽ ഒപ്പിട്ടപ്പോ ഉയർത്തിയ ആക്ഷേപം, നമ്മൾ ഇപ്പോഴതാണല്ലോ പ്രധാനമായിട്ട് ചർച്ച ചെയ്യുന്നത്. അതാണ് ഇവിടുത്തെ മൂല്യവത്തായ കാര്യം. ആ ആക്ഷേപം പിണറായി വിജയൻ, അത് ചെറിയ ആളുകളൊന്നുമല്ല ഉന്നയിച്ചത്, അത് KC വേണുഗോപാൽ തന്നെയാണ് ഉന്നയിച്ചത്. VD സതീശൻ കൂടാതെ അവരുടെ ദേശീയ നേതാവ് ഉന്നയിച്ചു. അതായത് രാജസ്ഥാനിലെ ചുമതലയുള്ള ആൾ കൂടിയാണ് KC വേണുഗോപാൽ അന്ന്. കാരണം അന്ന് അദ്ദേഹം അവിടുത്തെ പാർലമെന്റ് മെമ്പറാണ്. അത് BJP കൊടുത്തിട്ട് അദ്ദേഹം കേരളത്തിലേക്ക് വന്നത്. കേരള രാഷ്ട്രീയത്തിൽ ചൂടുറപ്പിക്കാൻ വേണ്ടി BJPക്ക് കൊടുത്തിട്ട് വന്ന ആളാണ്. അദ്ദേഹം നേതൃത്വം കൊടുത്ത രാജസ്ഥാൻ ഗവൺമെന്റ് ഒപ്പിട്ടിട്ട് ഇവിടെ വന്ന് പറയുകയാണ്, പിണറായിക്ക് നരേന്ദ്രമോദിയിൽ നിന്ന് ചില സംരക്ഷണം കിട്ടേണ്ടതായിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ തടി രക്ഷിക്കാൻ, ഇതാണ് ഉപയോഗിച്ച വാചകം, പിണറായിയുടെ തടി രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം പിണറായി പോയി അമിത്ഷായെ കണ്ടു, നിർമ്മല സീതാറാമിനെ കണ്ടു, ധർമ്മേന്ദ്രനെ കണ്ടു, പിന്നെ നരേന്ദ്രമോദിയെ കണ്ടിട്ട് വന്നിട്ടാണ് രഹസ്യമായി CPI അറിയിക്കാതെ ഇത് ഒപ്പിട്ടത്. അതിനുശേഷമാണ് ലീഗിന്റെ നേതാക്കൾ ഇത് കേരളത്തിലെ മുസ്ലിം ന്യൂനപക്ഷത്തെ RSSന്റെ ഡീലുമായി ബന്ധപ്പെടുത്തി LDFനെതിരായിട്ട് വകഞ്ഞു മാറ്റുന്നതിന്റെ ഭാഗമായി കനകോലുവിന്റെ നിർദ്ദേശമനുസരിച്ച് ഈ PMC എന്നുള്ളത് സാധാരണ മനുഷ്യർക്ക് അവ്യക്തമായിരുന്ന ഒരു പദ്ധതിയാണത്. 2020 മുതൽ കേന്ദ്ര ഗവൺമെന്റ് നടപ്പിലാക്കി തുടങ്ങിയിട്ടും 3 കൊല്ലമായി നമ്മൾ ചെറുത്ത് നിന്നിട്ടും, അതായത് 3 കൊല്ലം 3 പ്രാവശ്യം കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രി ശ്രീ V ശിവൻകുട്ടി കേന്ദ്രമന്ത്രിയെ കണ്ടിട്ട് ഞങ്ങൾ ഇത് സമ്മതിക്കില്ല, ഞങ്ങൾ നടപ്പിലാക്കില്ല എന്ന് ആവർത്തിച്ച് പറഞ്ഞു. ഞങ്ങൾക്ക് തരാനുള്ള കാശ് ഇതാ, ഇതിന്റെ പേരിൽ ഞങ്ങളുടെ പൈസ തടഞ്ഞു വെക്കരുത് എന്ന് പറയുമ്പോഴെല്ലാം കോൺഗ്രസ് നേതൃത്വം പറയുന്നത് കണക്ക് കൊടുക്കാത്തോണ്ടാ കാശ് തരാത്ത, അല്ലാതെ കേന്ദ്ര ഗവൺമെന്റിന്റെ കുഴപ്പം കൊണ്ടല്ല എന്നൊരു തിയറി ഉണ്ടാക്കി. നിങ്ങൾ കണക്ക് കൊടുത്താൽ മാത്രം മതി, അവർക്ക് കാശ് തരും. എന്നിട്ട് നമ്മൾ പാർലമെന്റിന് മുമ്പിൽ സമരത്തിന് പോയി പൈസ കിട്ടാൻ വേണ്ടി ആ സമരത്തെ ആക്ഷേപിച്ച് സംസാരിച്ചു, പുച്ഛിച്ച് സംസാരിച്ചു. BJPക്കെതിരായിട്ടൊരു വാദമില്ല. എന്നിട്ട് നമ്മൾ SSKയുടെ ഫണ്ട് തടഞ്ഞു വെച്ചപ്പോ, SSKയുടെ ഫണ്ട് തടയുക എന്ന് പറഞ്ഞാൽ, ഞാനൊരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ പ്രധാനപ്പെട്ട ഒരു പോസ്റ്റ് ഇരുന്ന ആളാണ്. SSKയുടെ ഫണ്ട് തടയുക എന്ന് പറഞ്ഞാൽ BRC ശമ്പളം കൊടുക്കാൻ പറ്റത്തില്ല, ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് പിന്നെ ഉപകരണങ്ങൾ വാങ്ങിച്ചു കൊടുക്കാൻ പറ്റില്ല, വലിയ പ്രതിസന്ധി വിദ്യാഭ്യാസ രംഗത്ത് വരും. 40% തുക നമ്മുടേതോ 60% അവരുടേതുമാണ്. പൈസ തരുന്നില്ല, ശമ്പളം കൊടുക്കാൻ പറ്റുന്നില്ല. BRC അധ്യാപകർ വിഷമത്തിലായി. ഡെപ്യൂട്ടേഷൻഷിപ്പ് പോയ BRC അധ്യാപകരുണ്ട്. സർക്കാർ സ്കൂളിൽ കൃത്യമായി ശമ്പളം കിട്ടിക്കൊണ്ടിരുന്നവരാണ്. അവർ ഡെപ്യൂട്ടേഷൻഷിപ്പ് പോയി, അവർക്ക് സാലറി കിട്ടുന്നില്ല. ആ പ്രതിസന്ധി വന്നപ്പോ SSKയുടെ ഫണ്ട് തരില്ല എന്ന പ്രശ്നം വന്നപ്പോഴാണ് നമ്മൾ ധാരണാപത്രത്തിന്റെ പുറകിൽ പോയെന്നുള്ളത് എല്ലാവർക്കും അറിയാം. അപ്പൊ അതിനെക്കുറിച്ച് പറഞ്ഞത് നിങ്ങൾ RSS ഡീൽ ഉണ്ടാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെയെങ്കിൽ ഒരു ഗവൺമെന്റ് തുടർച്ചയാണെന്ന് രജി ഇവിടെ വലിയ തോതിൽ അവകാശപ്പെട്ടു. അങ്ങനെയെങ്കിൽ തീർച്ചയായിട്ടും ഈ RSS ഡീലിൽ നിന്ന് മാറിയിട്ടാണോ നിങ്ങൾ അത് തുടരാൻ തീരുമാനിക്കുന്നത്? അപ്പൊ ഇവർ ചോദിക്കുകയാണ്, അവരെന്ത് ചെയ്തു എന്നുള്ളത് അതിനകത്ത്. അവർ കരാർ ഒപ്പിട്ടോ? ഇല്ല. അവരെന്ത് ചെയ്തു എന്നുള്ളതാണ്. ആ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ ഒരു ചെറിയ ഉദാഹരണം പറയാം. കേന്ദ്ര സർക്കാർ 100 കോടി രൂപ കേരളത്തിന്റെ ഒരു പ്രോജക്റ്റിന് വേണ്ടി നീക്കിവെച്ചു. അവർ പ്രോജക്റ്റ് അംഗീകരിച്ചു, പദ്ധതി നടപ്പിലാക്കാൻ തീരുമാനിച്ചു. പക്ഷെ അതിന് നമ്മൾ 50 ഏക്കർ സ്ഥലം എടുത്തു കൊടുക്കണം. ഈ 50 ഏക്കർ സ്ഥലം എടുത്തു കൊടുത്തില്ലെങ്കിൽ ആ പദ്ധതി എന്തെങ്കിലും നടപ്പിലാവുമോ? നടപ്പിലാവത്തേ ഇല്ല. അപ്പൊ സ്റ്റേറ്റ് ഗവൺമെന്റ് ഉത്തരവാദിത്വം എന്താ? ഈ 50 ഏക്കർ ഭൂമി എടുത്തു കൊടുക്കണം. അതുപോലെ PMC നടപ്പിലാകണമെങ്കിൽ ഒരു ബ്ലോക്കിൽ 2 സ്കൂൾ വെച്ച് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കണം. അങ്ങനെ സെലക്ട് ചെയ്ത് അതെ, ധാരണാപത്രത്തിലുണ്ട്. അതങ്ങ് മാത്രമല്ല, ധാരണാപത്രത്തിൽ ഇല്ലെങ്കിലും ശരി PMCയുടെ അടിസ്ഥാന കാര്യം നടപ്പിലാക്കാൻ സ്കൂൾ വേണ്ടേ? ആ PV അബ്ദുൽ വഹാബ് ചോദിച്ച ചോദ്യത്തിന് കേന്ദ്ര സഹമന്ത്രിയുടെ ഉത്തരത്തിലുണ്ട്, ജബി മേത്തർക്ക് കൊടുത്ത ഉത്തരത്തിലും ഇതുണ്ട്. താങ്കൾ ഈ പറഞ്ഞു. അതിലെനിക്കൊരു പരാതിയുണ്ട് അജിം ഷായോട് കേട്ടോ. ഈ അജിം ഷായാണോ ജബി മേത്തർക്കും ഈ അബ്ദുൽ വഹാബ് എംപിക്കും ചോദ്യം ചോദിക്കാൻ എഴുതി കൊടുത്തെന്നൊരു സംശയം എനിക്കുണ്ട്. കാരണം ഈ 2 മറുപടിയും വന്നത് കേരളത്തിൽ ഇടതുപക്ഷം പറഞ്ഞുകൊണ്ടിരുന്നതാണ് കേന്ദ്രം ഇപ്പൊ അങ്ങോട്ട് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. അതായത് VD സതീശൻ കഴിഞ്ഞ ദിവസം പത്രസമ്മേളനത്തിൽ പറഞ്ഞു, ഈ PMCയുടെ ഫണ്ട് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. ജബി മേത്തറുടെ ചോദ്യം PMCയുടെ ഫണ്ടിനെ കുറിച്ചാണ്. കൃത്യമായിട്ട് കേന്ദ്ര വിദ്യാഭ്യാസ സഹമന്ത്രി പറഞ്ഞു 99.27 കോടി രൂപ കൊടുത്തത് SSK ഫണ്ടാണ്. അത് അഡ്ജസ്റ്റ്മെന്റ് ഫണ്ടാണ്, നമുക്ക് കിട്ടേണ്ടത് കിട്ടിയില്ല,
അഡ്ജസ്റ്റ്മെന്റ് ഫണ്ടാ. അപ്പൊ നമ്മൾ പറഞ്ഞതിന് കേന്ദ്രം തന്നെ അവർക്ക് മറുപടി കൊടുത്തു. ജബി മേത്തർ തന്നെ ചോദിച്ചു. ഇനി വി ഡി സതീശന് ജബി മേത്തറോട് ദേഷ്യം അതിന്റെ പേര് തോന്നുന്നു അറിയാൻ വയ്യ. ദാ വന്നിരിക്കുന്നു അടുത്ത ദിവസം അബ്ദുൽ വഹാബ്. അദ്ദേഹത്തിന്റെ ചോദ്യത്തിന്റെ ഭാഗമായിട്ട് വന്ന എന്താ, നിങ്ങൾ ഇത് നടപ്പിലാക്കിയില്ലെങ്കിൽ ശരി, നിങ്ങൾക്ക് തരാനുള്ള ഫണ്ട് തടയത്തില്ലെന്ന് ആദ്യമായി കേന്ദ്ര സർക്കാർ പാർലമെന്റിൽ പറഞ്ഞു. ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്ന അങ്ങനല്ല. ഇതുവരെ പറഞ്ഞ് നടപ്പിലാക്കിയില്ലെങ്കിൽ കാശ് തരില്ല. ഇപ്പൊ പറഞ്ഞു നടപ്പിലാക്കിയില്ലെങ്കിലും തരാനുള്ളതങ്ങ് തന്നേക്കാമെന്ന് പറഞ്ഞു. അതായത് ഇടതുപക്ഷം പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങൾ രണ്ടും, ഇവരുടെ ചോദ്യം രണ്ടും യഥാർത്ഥത്തിൽ UDFന്റെ പ്രചാരണങ്ങൾക്കെതിരായിട്ടാണ് വന്നേ. ഇനി ഒരു വിഷയം കൂടെ ഞാൻ പറയുന്നുള്ളൂ, സമയത്തിന്റെ പ്രശ്നം വരുമല്ലോ. പിന്നെ കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ ഇന്നത്തെ സ്റ്റേറ്റ്മെന്റ് എന്താ, നിങ്ങൾ യഥാർത്ഥത്തിൽ UDFകാര് ഇത്രയും പരിഹാസ്യമോ, ശത്രുക്കൾക്ക് പോലും ഗതി വരുത്തരുതെന്ന് നിങ്ങളെ നോക്കി ഞങ്ങൾ പറയുക. അദ്ദേഹം പറയാ UDF കൺവീനർ അദ്ദേഹത്തിന്റെ ശൈലിയിൽ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ, ഞങ്ങൾ അവിടെ ചർച്ച ചെയ്ത് തീരുമാനിച്ചിട്ടില്ല. UDFനെ പിന്തുണയ്ക്കുന്ന കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ പത്രത്തിന്റെ ക്യാബിനറ്റ് റാങ്ക് പദവിക്കായി കക്ഷികൾ പരിഗണിക്കാമെന്ന നേതൃത്വം എന്ന ഹെഡിങ്ങിൽ 4 കോളത്തിൽ വന്ന വാർത്തയിൽ 3-ാം കോളത്തിൽ 2-ാമത്തെ പാരഗ്രാഫിൽ PMC കാര്യത്തിൽ കേന്ദ്ര ഫണ്ട് ഉപയോഗപ്രദമാക്കാമെന്ന നിർദ്ദേശം മുന്നോട്ട് വെച്ചത് മുഖ്യമന്ത്രി തന്നെയാണ്. അതിനെ ആരും എതിർത്തില്ല. 2 കാര്യങ്ങൾ അതിനകത്തുണ്ട്. ഒന്നുകിൽ കുഞ്ഞാലിക്കുട്ടി സാഹിബ് പച്ച നുണ പറയുന്നു, അല്ലെങ്കിൽ ലീഗിന്റെ പ്രതിനിധികൾ അവിടെ പങ്കെടുത്തില്ല. അപ്പൊ ലീഗിന്റെ പ്രതിനിധികൾ പങ്കെടുത്തു എന്നുള്ളത് എല്ലാവർക്കും അറിയാം. MSFകാർക്ക് ഇനി പിന്മാറാൻ പറ്റുന്നില്ല. MSFനെ പൊടിയിടാൻ വേണ്ടി കേരളത്തിലെ മൈനോറിറ്റിയെ എന്തു പറഞ്ഞാണോ LDFനെതിരായിട്ട് അണിനിരത്തിയത്, അതിന്റെ മുമ്പിൽ മറുപടി പറയാനില്ലാത്തത് കൊണ്ട് പൊത്തി പോകട്ടെ എന്ന് കരുതി കുഞ്ഞാലിക്കുട്ടി പറഞ്ഞിട്ടുള്ളത് UDF ഇതിൽ ഉറച്ചു തന്നെയാണ്. കുഞ്ഞാലിക്കുട്ടി സാഹിബിന് കേരളത്തിൽ മാത്രമായിട്ട് കോൺഗ്രസിന്റെ നയം മാറ്റാൻ പറ്റില്ല. എല്ലാ സ്റ്റേറ്റിലും അവർ PMC ഒപ്പിട്ടിരിക്കുകയാണ്. നമ്മളന്ന് അതുപോലെ താങ്കൾ പറഞ്ഞു വന്നത് ഇപ്പോൾ ഭൂമി ഏറ്റെടുക്കുന്നത് പോലെ തത്തുല്യമായി താങ്കൾ ഉദാഹരിച്ചത് ഈ സ്കൂളുകൾ സെലക്ട് ചെയ്ത് നൽകണം. അതൊന്ന് കംപ്ലീറ്റ് ചെയ്താൽ താങ്കൾ പറഞ്ഞു വന്നത്. അതെ, സ്കൂളുകൾ സെലക്ട് ചെയ്ത് നൽകണം. അതോടൊപ്പം തന്നെ ഏതാണ്ട് 6-7 മാസത്തെ പ്രക്രിയയാണ് ശ്രീ അജിം ഷാ ഇത് ചെയ്യണമെങ്കിൽ. ഇതിനകത്ത് ചലഞ്ച് സ്കൂൾ എന്ന് പറഞ്ഞൊരു പ്രോജക്ട് ഉണ്ട്. അതായത് ഈ തീരെ ദുർബലമായ സ്കൂളുകളെ ഇതിൽ തെരഞ്ഞെടുക്കാൻ പറ്റില്ല. ഇതിൽ ശേഷിയുള്ള സ്കൂളുകളെയാണ് തെരഞ്ഞെടുക്കേണ്ടത്. ഇവരുടെ മാനദണ്ഡം അനുസരിച്ച്, ആ മാനദണ്ഡമൊക്കെ വലിയ തമാശയാ. ആൺകുട്ടികൾക്ക് പ്രത്യേക ടോയ്ലറ്റ്, പെൺകുട്ടികൾക്ക് പ്രത്യേക ടോയ്ലറ്റ്, ഇതൊക്കെയാണ് PMC വരാൻ പോകുന്നത്. കേരളത്തിൽ ഏത് സ്കൂളിലാ ശ്രീ റെജി ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പ്രത്യേക ടോയ്ലറ്റ് ഇല്ലാത്തത്? കേരളത്തിൽ ഇതിന്റെ പൈസ വേണ്ട. ഇത് 270 കോടി രൂപ മാത്രമാണ് PMCക്ക് ഉള്ളത്. ഇതിന്റെ പൈസ വേണ്ട, മറിച്ച് നമുക്ക് തരാനുള്ള മറ്റു പൈസ തന്നാൽ മതി. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, PMC ഇംപ്ലിമെന്റ് ചെയ്യണമെങ്കിൽ അത് സ്റ്റേറ്റ് ചെയ്തു കൊടുക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ ഒന്നുപോലും കേരളത്തിലെ ഗവൺമെന്റ് ചെയ്തില്ലെന്ന് മാത്രമല്ല, അങ്ങ് ഒരു പെശ കൂടി ഇവിടെ പറഞ്ഞു. അത് LDF ഗവൺമെന്റ് ഇത് നടപ്പിലാക്കില്ല എന്ന് പറഞ്ഞ് കത്ത് കൊടുത്തില്ല എന്നാണ് പറഞ്ഞത്. ശരിയല്ല. 2025 നമ്മൾ ഇതിന് 2025 നവംബറിൽ തന്നെ ഇത് ഒപ്പിട്ട് ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞിട്ട് കേന്ദ്രമന്ത്രിക്ക് നമ്മൾ ഇവിടുന്ന് കത്തയച്ചിട്ടുണ്ട്. ആ കത്തിനകത്ത് ഇത് തുടരാൻ നമുക്ക് താല്പര്യമില്ലെന്നും ഇതിനെ സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിലുള്ള മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി ഉപസമിതിയെ നിയോഗിച്ചു. ഇപ്പൊ അവർ ഉപസമിതിയെ നിയോഗിച്ച് എന്തിനാ UDF കൺവീനർ പറഞ്ഞിരിക്കുന്നത്? സ്കൂളുകൾ സെലക്ട് ചെയ്യാൻ ഉപസമിതിയെ വെച്ചിരിക്കുന്നത്. കഴിഞ്ഞ 1 വർഷമായിട്ട് നടക്കുന്ന ചർച്ചയിൽ, ഇപ്പൊ പാർലമെന്റിൽ കൊടുത്ത മറുപടിയിലും ഈ രാജ്യത്തുള്ള ഇത്തരം വിദ്യാഭ്യാസ കാര്യങ്ങളെ സംബന്ധിച്ച് പ്രതിപാദിക്കുന്നവരുടെ എല്ലാ ഭാഗത്തു നിന്ന് കൃത്യമായ നിലപാട് എന്താണ് PMC എന്ന് ഇന്ന് നാട്ടിലെ കൊച്ചു കുട്ടികൾക്ക് പോലും അറിയാം. പിന്നെ ഇതിനെ കുറിച്ച് പഠിക്കാൻ എന്തിനാ കമ്മിറ്റി വെക്കുന്നത്? ഇത് ആളുകളുടെ കണ്ണിൽ ലിറ്ററലി പറയാണ്, പൊടിയിടുക പൊടിയിടുക പൊടിയിടുക. ഇനി ഇത് വലിച്ചെറിയും, ഇത് തകർക്കും എന്ന് പറഞ്ഞിട്ട് അതിനെ വാരി വിഴുങ്ങുകയാണ് ഇപ്പോ KM ഷാജി. അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് എന്താ? എന്നിൽ നിന്ന് നിങ്ങൾ എന്താ പ്രതീക്ഷിക്കുന്നത് എന്ന് ചോദിച്ച് പത്രക്കാരെ മടക്കുക. നാണവും മാനവും ഇല്ലാത്ത നിലപാടിലേക്ക് നിങ്ങൾ പോയിരിക്കുക. നിങ്ങൾ ഒരു കാര്യം ചെയ്താൽ മതി, ഇതൊന്നും നടപ്പിലാക്കുകയോ നടപ്പാതിരിക്കുകയോ ചെയ്യട്ടെ. കേരളത്തിലെ ജനങ്ങളോട് മാപ്പ് പറയണം. ഞങ്ങൾ LDFനെതിരായിട്ട് മൈനോറിറ്റിയെ തിരിച്ചുവിടാൻ വേണ്ടി നടത്തിയ ഒരു ആക്ഷേപം മാത്രമാണത്. ഞങ്ങൾക്ക് PMCയോട് എതിർപ്പില്ല, ഞങ്ങൾ അത് തുടരുന്നു എന്ന് മാത്രം പറഞ്ഞാൽ മതി. വേറെ ഒരു പ്രശ്നവുമില്ല. നിങ്ങൾ തുടർന്നോ, നമുക്ക് തർക്കമില്ല. തീർച്ചയായും നിലപാട് അതിനകത്ത് വേണം. ശ്രീ M ജയചന്ദ്രൻ, ഡോക്ടർ PK ഗോപൻ സൂചിപ്പിച്ചതുപോലെ വളരെ ശരിയായ കാര്യമാണത്. കാരണം V ശിവദാസൻ MP ഇതുമായി ബന്ധപ്പെട്ട് ചോദ്യം ചോദിച്ചു. അതിൽ ഇതേ മന്ത്രി തന്നെ, കേന്ദ്രമന്ത്രി തന്നെ കേന്ദ്ര സർക്കാരിന് വേണ്ടി മറുപടി പറഞ്ഞത്, NEP 2020 ദേശീയ കരിക്കുല പ്രകാരം
ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ ചട്ടക്കൂടിൽ മാത്രമേ PM-ശ്രീ നടപ്പാക്കാനാകൂ. സംസ്ഥാനത്തിൻ്റെ അവിടെയുള്ള ഇടപെടലുകൾ വളരെ പരിമിതമാണ്. കോൺഗ്രസിൻ്റെ ആ വാദവും പൊളിയുകയാണ്. ശ്രീ M. ജയചന്ദ്രൻ. പിന്നെ അജിംഷാദെ, ഞാൻ ഇതിന്റെ മറ്റൊരു വശത്തിലേക്ക് കടക്കാനാണ് ആഗ്രഹിക്കുന്നത്. കാരണം റജിയും ഡോക്ടർ PK ഗോപനും രാഷ്ട്രീയമായി പ്രതികരിച്ചു കഴിഞ്ഞു. ഇതിന്റെ മറ്റൊരു വശമുണ്ട്. ആ മറ്റൊരു വശം എന്ന് പറയുന്നത്, കേരളം കഴിഞ്ഞ ഇലക്ഷന് മുമ്പുള്ള കാലത്ത്, പ്രത്യേകിച്ചും കഴിഞ്ഞ 2025 അന്ത്യപാദങ്ങളിൽ മുതൽ കേരളം ഏറ്റവും കൂടുതൽ പ്രതിദിനം ഈ ഇളക്കിമറിച്ച വിവാദ കൊടുങ്കാറ്റായി മാറിയ ഒരു വിഷയമായിരുന്നു PM-ശ്രീ വിവാദം എന്ന് പറയുന്നത്. ആ വിവാദത്തിന്റെ ഒരു പക്ഷത്ത് LDF ഗവൺമെന്റ് UDF-മായി, പ്രത്യേകിച്ചും CPIM, UDF അല്ല, BJP-യുമായി, NDA-യുമായി ഉള്ള അന്തർധാരയുടെ ഭാഗമായി ആണ് PM-ശ്രീ നടപ്പിലാക്കുന്നത്. ഇതായിരുന്നു ഒരു പ്രധാനപ്പെട്ട വാദം. UDF-ന്റെ, കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും ആ വാദം ഏറ്റെടുത്തത് കേരളത്തിലെ മുഴുവൻ മാധ്യമങ്ങളുമാണ്. അതിൽ ഒഴിഞ്ഞു നിന്നത്, അല്ലെങ്കിൽ ആ വിവാദത്തിൽ UDF-നൊപ്പം പങ്കുചേരാതിരുന്നത് കൈരളിയും ദേശാഭിമാനിയും മാത്രമേ ഉള്ളൂ. എൻ്റെ ദൃഷ്ടിയിൽപ്പെട്ടിടത്തോളം ഞാൻ അങ്ങനെയാണ് കണ്ടത്. ഞാനത് നന്നായിട്ട് ഫോളോ ചെയ്ത ഒരാളായതുകൊണ്ട് പറയുകയാണ്. അപ്പൊ ഇപ്പൊ 29-ാം തീയതി, ഇന്നല്ല മിനിഞ്ഞാന്ന്, എന്താണ് സംഭവിച്ചത്? ശ്രീ അബ്ദുൾ വഹാബ് MP-ക്കും ശ്രീമതി ജബി മേത്തർ MP-ക്കും ജയന്ത് ചൗധരി എന്ന കേന്ദ്ര വിദ്യാഭ്യാസ സഹമന്ത്രി ഔപചാരികമായി ലോക്സഭയിൽ കൊടുത്ത മറുപടിയിൽ എന്താണ് പറയുന്നത്? PM-ശ്രീ നടപ്പിലാക്കിയാലും ഇല്ലെങ്കിലും കേരളത്തിനുള്ള പൈസ തരും എന്നങ്ങ് പറയുകയാണല്ലോ പച്ചയ്ക്ക്. അപ്പോ കഴിഞ്ഞ വർഷം ഞാനൊക്കെ നിരന്തരം ആരോപിച്ചിരുന്നതാണ്, ഈ CPM-ഉം BJP-യും തമ്മിലല്ല, കോൺഗ്രസും BJP-യും തമ്മിലാണ് ഡീല് എന്ന് എനിക്കറിയാവുന്ന പല ഉദാഹരണങ്ങൾ വെച്ച് പറഞ്ഞതാണ്. അന്ന് ഈ B. റജിയൊന്നും സമ്മതിച്ചില്ല. ഇന്ന് മുതൽ B. റജിയെ അത് സമ്മതിക്കാതെ മുമ്പോട്ട് വിടാൻ ഞാൻ സമ്മതിക്കില്ല. നമ്മൾ ഇനി പല ചർച്ചകളിലും കണ്ടുമുട്ടുമല്ലോ. റജി, നിങ്ങൾ എന്ന് പറഞ്ഞാൽ UDF-ൽ പ്രധാനമായും കോൺഗ്രസും മുസ്ലിം ലീഗുമാണ് BJP കേരള കേന്ദ്ര നേതൃത്വങ്ങളുമായി ഇതുമായി ബന്ധപ്പെട്ട ഡീൽ ഉണ്ടാക്കിയത് എന്നുള്ള ഏറ്റവും വലിയ തെളിവെന്താണ്? സാക്ഷ്യപത്രമാണ് ഈ അബ്ദുൾ വഹാബിനും ജബി മേത്തർക്കും രാജ്യസഭയിൽ കിട്ടിയ ജയന്ത് ചൗധരിയുടെ മറുപടി. നിങ്ങൾക്കിനി ഇതിൽ നിന്ന് ഒളിച്ചോടാൻ പോയിട്ട് അത് തിരിഞ്ഞു നടക്കാൻ പോലും കഴിയില്ല. മറ്റാരും പറഞ്ഞില്ലെങ്കിൽ ഞാനിത് പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇതുമായി ബന്ധപ്പെട്ട ഏത് ചർച്ച വന്നാലും ശരി, ഞാൻ ഇത് തന്നെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. ഇതാണ് UDF-ഉം BJP-യും തമ്മിലുള്ള ഡീലിന് ഏറ്റവും പ്രകടമായ തെളിവല്ല, സാക്ഷ്യപത്രം. അതാണ് സ്ഥിതി. ആ സ്ഥിതിയിൽ ചീഫ് മിനിസ്റ്റർ എന്നുള്ള പേരിന് പുതിയൊരു രൂപമാറ്റം വരികയാണ് അജിംഷാദെ. അതുകൂടെ ഇവിടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ചീഫ് മിനിസ്റ്റർ എന്നുള്ള ആ പദവിക്ക് വലിയ കളങ്കം വരുത്തിക്കൊണ്ട് ചീഫ് മാനിപ്പുലേറ്റർ എന്ന പദവിയിലേക്ക് കടന്നിരിക്കുന്നു കേരളത്തിന്റെ മുഖ്യമന്ത്രി VD സതീശൻ. മുഖ്യ ഉപജാപകൻ, ചീഫ് മാനിപ്പുലേറ്റർ. അതാണ് ആ പേരാണ് അദ്ദേഹത്തിന് ചേരുക എന്ന് ഈ ജയന്ത് ചൗധരിയുടെ രണ്ട് UDF MP-മാർ കിട്ടിയ മറുപടിയിൽ നിന്ന് അസന്നിഗ്ധമായി തെളിഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. ആ സ്ഥിതി ഉണ്ടാക്കി വെച്ചത് ആരാണ്? പ്രിയപ്പെട്ട സുഹൃത്തെ B. റജി, നിങ്ങളുടെ മുഖ്യമന്ത്രി, അന്നത്തെ പ്രതിപക്ഷ നേതാവ്, ലീഗിന്റെ കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള നേതാക്കൾ, കേരളത്തിലെ മലയാള മനോരമയും മാതൃഭൂമിയും അടക്കമുള്ള വലതുപക്ഷ മാധ്യമങ്ങൾ ഒന്നടങ്കം, ഏഷ്യാനെറ്റും മാതൃഭൂമിയും മനോരമ ന്യൂസും അടക്കമുള്ള വലതുപക്ഷ ദൃശ്യമാധ്യമങ്ങൾ മുഴുവനും, പിന്നെ എമ്പാടും സോഷ്യൽ മീഡിയ, നിങ്ങൾ ആ നുണവച്ചല്ല നിങ്ങൾ കൊയ്തത്. പ്രധാനപ്പെട്ട ഒരു ഇരവെടുത്ത് ഇത് വെച്ചായിരുന്നല്ലോ. ഇപ്പൊ തെളിഞ്ഞില്ലേ? 1466 കോടി രൂപ കേരളത്തിന് കൊടുക്കാതിരുന്നപ്പോ, അതായത് 60% കേന്ദ്രത്തിന്റെ, 40% സംസ്ഥാനത്തിന്റെ, ഈ 1466 കോടി രൂപ മുഴുവനും സംസ്ഥാനം ചെലവാക്കി. റജി, സംസ്ഥാനം കേന്ദ്രത്തിന്റെ 60% അടക്കം ചെലവഴിച്ചു ഈ രംഗത്ത്. എന്നിട്ടാണ് അത് ചോദിച്ച് പുറകെ നടക്കുന്നത്. അത് കൊടുക്കുന്നില്ല.
എന്ന് പറഞ്ഞാൽ സംസ്ഥാനത്തെ വീണ്ടും പട്ടിണിക്കിടാനാണ്. ആ സ്ഥിതി ഉണ്ടായപ്പോഴാണ് വിഷയം മൂർച്ഛിക്കുന്നത്. അപ്പോഴാണ് സെക്രട്ടറി തല ചർച്ച ഉണ്ടാവുന്നതും ഇത്തരത്തിലുള്ള കണ്ടീഷൻ വെക്കുന്നതും ആ കണ്ടീഷൻ സെക്രട്ടറി തല ചർച്ചകളുടെ ഭാഗമായി അതിൽ ഒപ്പുവെക്കുന്നതും. പിന്നെ അത് ക്യാപ്റ്റൻ അബയൻസ് ആക്കി. ക്യാപ്റ്റൻ അബയൻസ് എന്ന് പറഞ്ഞാൽ നിർത്തിവെക്കുക എന്നുള്ളതാണല്ലോ. അത് രാഷ്ട്രീയ തീരുമാനമായിരുന്നു, അങ്ങനെ അതുമായി മുമ്പോട്ട് പോകണ്ട എന്നുള്ളത്. അപ്പോഴും നിങ്ങൾ വിളിച്ചു പോയിക്കൊണ്ടേയിരുന്നത് ഇത് ഡീലാണ്, ഇത് ഡീലാണ്, ഇത് ഡീലാണെന്നുള്ളതാണ്. അതങ്ങനെയല്ല എന്നുള്ളത് തെളിഞ്ഞത് എവിടെയാണെന്ന് രാജ്യസഭയിലാണ് റജി തെളിഞ്ഞത്. നിങ്ങൾക്ക് ഒളിച്ചോടാൻ നില പിന്തിരിഞ്ഞ് പോകാൻ പോലും കഴിയില്ല ഈ പതനത്തിൽ നിന്ന്. ഈ പതനം നിങ്ങൾ ഉണ്ടാക്കി വെച്ചതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആ മുഖ്യമന്ത്രിയുടെ പദവി കളങ്കപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം ചീഫ് മാനിപ്പുലേറ്റർ, അദ്ദേഹമായിരുന്നു ഇതിന്റെ ചാമ്പ്യനായിട്ട് നിന്നത്. ഈ PM ശ്രീയിൽ പിന്നെ CPM BJP ഡീലാണ്, LDF NDA ഡീൽ എന്നുള്ളതല്ല, CPM BJP ഡീൽ എന്ന് പറഞ്ഞ് നിലവിളിച്ച് നടന്ന് നിങ്ങൾ ആളെ കൂട്ടി മാധ്യമങ്ങൾ മുഴുവൻ നിങ്ങളുടെ പിന്നാലെ ബാക്ക് പൈപ്പറെ പോലെ മാധ്യമങ്ങൾ പിന്നിൽ നിൽക്കുകയായിരുന്നല്ലോ. കുഴലൂത്തുകാരനായ നിങ്ങൾ കുഴലൂതുന്നു, പ്രതിപക്ഷ നേതാവ് കുഴലൂത്തുകാരൻ, ബാക്ക് പൈപ്പർ, പിന്നാലെ മുഴുവൻ മാധ്യമങ്ങളും രാഷ്ട്രീയ പാർട്ടികളും വലതുപക്ഷ സോഷ്യൽ മീഡിയ അടക്കമുള്ള എല്ലാവരും. ആ സ്ഥിതി നിങ്ങൾക്ക് മിനിഞ്ഞാന്ന് വരെ നിർത്താൻ കഴിഞ്ഞു. ഇനി അങ്ങനെ അതുകൊണ്ട് പോകാൻ അനുവദിക്കാൻ കഴിയില്ല. ഇത് കേരളം അറിയണം. ഇത് പിന്നെ ഡോക്ടർ PK ഗോപൻ പറഞ്ഞു മാപ്പ് പറയുന്ന കാര്യം. പരസ്യമായി മാപ്പ് പറയാൻ തയ്യാറായാൽ ഞാൻ എൻ്റെ നാവ് കുറച്ച് താഴ്ത്താം ഇക്കാര്യത്തിൽ ഇന്നു മുതൽ. അതല്ലെന്നുണ്ടെങ്കിൽ പറഞ്ഞുകൊണ്ടേയിരിക്കും. നിങ്ങൾ എത്ര വേണമെങ്കിലും ഭർത്തിച്ചോളൂ, ഞാനത് കണക്കാക്കുന്നേയില്ല. നിങ്ങൾ കേരളത്തോട് ചെയ്ത രാഷ്ട്രീയമായ കൊടും ചതിയാണിത്. വഞ്ചന പോലുമല്ല, കൊടും ചതിയാണ്. ഈ കൊടും ചതിയെ ഒരു കാരണവശാലും ഒരു നിലയ്ക്കും പൊറുക്കാൻ കഴിയാത്തതാണ്. അതാണ് തൽക്കാലം പറയാം. കേരളത്തിന്റെ കാര്യത്തിൽ അടക്കം സംഭവിച്ചതുപോലെ അല്ലേ? ജനങ്ങൾക്ക് ഇത്ര അല്ല, മറ്റെല്ലാം ഞാൻ മാറ്റിവെക്കാൻ തയ്യാറാണ്. പക്ഷെ ഇത് ഒരു കാരണവശാലും മാറ്റിവെക്കാനോ എന്തെങ്കിലും നീക്കുപോക്കോ തയ്യാറാവാൻ കഴിയില്ല. എന്താണെന്നറിയാമോ? ഇന്ന് രാവിലെ ശിവൻകുട്ടി പത്രസമ്മേളനം നടത്തി പറഞ്ഞു. അതില് രസമുണ്ട്. ആ രസം കൂടെ പറഞ്ഞിട്ട് പറഞ്ഞില്ലെങ്കിൽ മോശമാണ്. എത്ര പേര് പങ്കെടുത്തു എന്ന് അന്വേഷിക്കൂ റജി. മാധ്യമങ്ങൾ എത്ര പേര് ശിവൻകുട്ടിയുടെ വാർത്താ സമ്മേളനത്തിന് വിരലിലെണ്ണാവുന്നവർ. കാര്യം അവർക്ക് മനസ്സിലായി ചെന്നാൽ പറയാൻ പോകുന്നത് വലതുപക്ഷ വിരുദ്ധത തന്നെയാണ്, വലതുപക്ഷ വിമർശനമാണ് വരാൻ പോകുന്നത് ശിവൻകുട്ടിയുടെ വായിൽ നിന്ന് എന്ന് മനസ്സിലാക്കാൻ. കാര്യം തെളിവ് ഉൾപ്പെടെയാണ്, രേഖകൾ ഉൾപ്പെടെയാണ് ശിവൻകുട്ടി വാർത്താ സമ്മേളനം നടത്തിയത്. അതിൽ രേഖകൾ ഉൾപ്പെടെ അദ്ദേഹം പുറത്തുവിടാൻ പോകുന്നു. അതുകൊണ്ട് വലതുപക്ഷ മാധ്യമങ്ങൾ ആ വഴിക്ക് ചെന്നില്ല. എത്ര ദയനീയമായ മാധ്യമ അധപതനമാണ്. മാധ്യമ പ്രവർത്തനത്തിൽ ഇതിനേക്കാളും വലിയ അധപതനം അടുത്ത കാലത്തൊന്നും കേരളത്തിലെ മാധ്യമങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടില്ല എന്നും കൂടെ ഞാൻ അടിവരയിട്ട് പറയും. അതിൽ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഈ കേരളത്തിലെ സ്കൂളുകളൊന്ന് പോയി നോക്കണം. എയർ കണ്ടീഷൻ വരെയുള്ള സ്കൂളുകൾ കേരളം കെട്ടിപ്പൊക്കിയത്, അവിടെ വിദ്യാർത്ഥികൾ പഠിക്കുന്നത്, അതൊക്കെ അദ്ദേഹം പറഞ്ഞിട്ട് പിന്നീട് വളരെ നിർണായകമായ മർമ്മപ്രധാനമായ ഒരു ദുരന്ത വാർത്തയിലേക്കും കൂടെ അദ്ദേഹം വന്നു. എന്തായിരുന്നു? കുട്ടികളുടെ ഉച്ചഭക്ഷണത്തിൽ 2 കറി മതി എന്ന് പറഞ്ഞ് വെട്ടിക്കുറച്ച ഉത്തരവ്. ആ ഉത്തരവും കൂടെ വായിച്ചു കേട്ടോ. ലജ്ജ തോന്നുന്നില്ലേ? നാണം എന്നുള്ളത് തോന്നണം. UDFന്റെ ഓരോ പ്രവർത്തകനും പോലും തോന്നണം. നേതാക്കൾക്ക് തോന്നിയില്ലെങ്കിലും പ്രവർത്തകർക്കെങ്കിലും റജി അത് തോന്നണം. അത്ര ഈ പിന്നെ നിലവാരമില്ലാത്ത, അന്തസ്ഥാന ശൂന്യമായ, സ്വന്തം താല്പര്യം അല്ലെങ്കിൽ ഒരു കൂട്ടം ആൾക്കാരുടെ താല്പര്യം മാത്രം സംരക്ഷിക്കാൻ വേണ്ടി നടത്തിയ ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ബാക്കി പത്രമായിട്ടാണ് സഖാവ് ശിവൻകുട്ടി രാവിലെ ആ പത്രസമ്മേളനത്തിലെ ഓരോരോ കാര്യങ്ങളും എണ്ണി പറഞ്ഞത്. ആർക്കെങ്കിലും മറുപടി ഉണ്ടോ? ഏതെങ്കിലും UDF നേതാവ് ഈ സമയം വരെ മറുപടി പറയാൻ തയ്യാറായിട്ടുണ്ടോ? ധൈര്യപ്പെടില്ല. റജീനി കൂടെ എന്ത് പറഞ്ഞാലും ശരി, അത് വെറും ന്യായീകരണം മാത്രമേ ആവൂ. വെറും എന്ന് പറഞ്ഞാൽ നിലവാരം താഴ്ന്ന ന്യായീകരണം മാത്രമേ ആവൂ. പക്ഷെ ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കും, നിങ്ങൾ കേരളത്തോട് ചെയ്ത ഈ രാഷ്ട്രീയ വഞ്ചന, ചതി, അത് പറഞ്ഞുകൊണ്ടേയിരിക്കും റജി. ഒരു സംശയവും തീർച്ചയായും. ശ്രീ റജി, 2 കാര്യങ്ങളാണ്. അതായത് ഈ PM ശ്രീയുടെ വിഷയത്തിൽ നിങ്ങൾ കാണിച്ച കൊടും ചതി, കളവ്, വഞ്ചന, ഇതൊക്കെ പറഞ്ഞിട്ട് ഇത്രമേൽ നിങ്ങൾ പെട്ടെന്ന് മാറുന്നു എന്നതിലെ ആ ഇനേർഷ്യ, അത് താങ്ങാനാകുന്നില്ല കേരളത്തിന്. അതാണ് ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ഇതിൻ്റെ രോഷം പങ്കുവച്ചത്. ഞാൻ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത് 2 കാര്യങ്ങളാണ്. ഒന്ന്, PK ഗോപൻ താങ്കളോട് ചോദിക്കാൻ പറഞ്ഞൊരു കാര്യം, ദേശീയ തലത്തിൽ PM ശ്രീയുടെ വിഷയത്തിൽ കോൺഗ്രസിൻ്റെ നിലപാടെന്താണ്, ഇവിടുത്തെ നിലപാടെന്താണ്? ഇനി 2,
കെ രാജൻ മുൻ മന്ത്രി ചോദിച്ച ഒരു ചോദ്യം കൂടിയാണ് ഞാൻ താങ്കളുടെ മുമ്പിലേക്ക് വെക്കുന്നത്. ഈ PM ശ്രീ നടപ്പാക്കാൻ സർക്കാരിനെ ഇങ്ങനെ ആരാണ് നിങ്ങളെ നിർബന്ധിക്കുന്നത്? എന്തിൻ്റെ പേരിലാണ് നിങ്ങളെ നിർബന്ധിക്കുന്നത്? ഈ രണ്ട് കാര്യങ്ങൾക്കും വളരെ ക്രിസ്പിയായി താങ്കൾ മറുപടി പറയണം. താങ്കൾ ഇന്ന് ഒഴിഞ്ഞു മാറാൻ കറങ്ങരുത്. നോക്കൂ ശ്രീ അജംഷാദ്, അങ്ങ് ഈ ബഹുമാന്യനായ ജയചന്ദ്രൻ സാറ് പറഞ്ഞു കൊടും ചതി വഞ്ചന UDF കാണിച്ചു എന്ന്. അങ്ങ് അത് ആവർത്തിക്കുകയും ചെയ്തു. നോക്കൂ, ഇവിടെ കേരളത്തിലെ നിങ്ങളൊരു വിമർശനം ഉന്നയിക്കുമ്പോൾ, പ്രതിപക്ഷത്തിരുന്നു കൊണ്ടൊരു വിമർശനം ഉന്നയിക്കുമ്പോൾ നിങ്ങൾ ഒരു 3 മാസത്തിന് പിന്നിലേക്ക് തിരിഞ്ഞു നോക്കണം. ഈ PM ശ്രീ കരാറിൽ പോയി ഒപ്പിട്ട CPM-ന് ഇത് സംബന്ധിച്ച് ഈ വിമർശനം ഉന്നയിക്കുവാൻ ഏതെങ്കിലും തരത്തിലുള്ള ധാർമ്മികമായിട്ടുള്ള ആ ഒരു ധാർമ്മിക എന്താണ് പറയുന്നത്, ഒരു കപ്പാസിറ്റി നിങ്ങൾക്കുണ്ടോ? ഇടതുപക്ഷത്തെ CPI എന്ന് പറയുന്ന ഒരു സംഘടനയ്ക്ക് മാത്രമാണ് ഇന്നത്തെ ഭരണത്തിനോട് ഈ ചോദ്യം ചോദിക്കാനുള്ള ധാർമ്മികമായിട്ടുള്ള അവകാശമുള്ളൂ എന്ന് അങ്ങ് മനസ്സിലാക്കണം. ഇവിടെ ചതിയും വഞ്ചനയും കാണിച്ചിരിക്കുന്നത് ഇന്ന് എന്തുകൊണ്ടാണ് ചോദിച്ചത് വളരെ ഷാർപ്പാണ്. ദേശീയ തലത്തിലും ഇവിടെയും PM ശ്രീ നടപ്പാക്കുന്ന കാര്യത്തിൽ കോൺഗ്രസിന്റെ നിലപാടെന്ത്? നിലപാട് ഒന്ന്. രണ്ട്, നിങ്ങളെ ആരാണ് ഈ PM ശ്രീ നടപ്പാക്കാൻ ഇങ്ങനെ നിർബന്ധിക്കുന്നത്? ദേശീയ തലത്തിൽ കോൺഗ്രസിന് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി വന്ന 2020 മുതൽ വളരെ സുവ്യക്തമായി അതിൻ്റെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് സംഘപരിവാർ സംഘടനകളുടെ രാഷ്ട്രീയമായ അജണ്ടയുടെ, വർഗീയ രാഷ്ട്രീയത്തിൻ്റെ അജണ്ടയുടെ ഭാഗമായിട്ട് നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ കാവ്യവൽക്കരിക്കാനും സ്വകാര്യവൽക്കരിക്കാനും ഇന്ത്യയുടെ കോർ വാല്യൂസ്, നമ്മുടെ സാമൂഹ്യ ജീവിതത്തിലെ കോർ വാല്യൂസ് ആയിട്ടുള്ള ജനാധിപത്യവും മതേതരത്വവും സോഷ്യലിസത്തിനെയും ഒക്കെ മോശപ്പെടുത്തുന്ന, കളങ്കപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു വിദ്യാഭ്യാസ സമ്പ്രദായത്തിലേക്ക് നമ്മുടെ ഇന്ത്യയിലെ വിദ്യാഭ്യാസ സമ്പ്രദായം കൊണ്ടുപോകുന്നതിനും അതിനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടായിരുന്നു ധർമ്മേന്ദ്ര പ്രധാൻ എന്ന വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഇന്ത്യയിൽ പരിശ്രമിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഈ വിദ്യാഭ്യാസ മേഖല അപ്പാടെ അദ്ദേഹം തകർത്ത് തരിപ്പണമാക്കിയതിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയിലെ വിദ്യാർത്ഥികൾ നടത്തിയ പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായി അദ്ദേഹത്തിന് രാജിവെച്ചൊഴിയേണ്ടി വന്നു. ഇപ്പോൾ പിക്ചർ മാറി. അപ്പോൾ വിദ്യാഭ്യാസ രംഗത്തെ കേന്ദ്ര സർക്കാർ നടപ്പാക്കിയ പരിഷ്കാരങ്ങൾ വിദ്യാർത്ഥി സമൂഹം അംഗീകരിക്കുന്നില്ലെന്നും ഇന്ത്യ മഹാരാജ്യത്ത് അത് തിരസ്കരിക്കപ്പെട്ടിരിക്കുന്നു എന്നും മനസ്സിലാക്കിയതിൻ്റെ ഫലമായി അദ്ദേഹത്തിൻ്റെ രാജിവെച്ച് പോകേണ്ടി വരികയും അതിനെ തുടർന്ന് ഇനി മാറ്റങ്ങൾ ഉണ്ടാകും എന്നുള്ളത് നമുക്ക് കാണുവാനും കഴിയും. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചത് ഇന്നലെയല്ലേ, അല്ലെങ്കിൽ മെനിഞ്ഞാന്നല്ലേ? ചോദിക്കുന്നത് ദേശീയ തലത്തിൽ കോൺഗ്രസിന്റെ നിലപാടെന്ത്? ഇനി കുറെ കൂടി താങ്കൾ ഉത്തരം പറയാത്ത സ്ഥിതിക്ക് ഡോക്ടർ പി കെ ഗോവൻ വിശദീകരിച്ചതുപോലെ ഞാൻ കൂടുതൽ സ്പെസിഫിക് ആക്കാം. അശോക് ഗെഹ്ലോട്ട്, നിങ്ങളുടെ രാജസ്ഥാൻ മുൻ മുഖ്യമന്ത്രി, എന്തിനാണ് അതിൽ ഒപ്പുവെച്ചത്? എന്തിനാണ്? അതിൽ പിണറായി വിജയൻ സർക്കാരിൻ്റെ MOU ഒന്നുമില്ലല്ലോ ബാധ്യതയായി. ഇപ്പോൾ MOU ഇല്ലാത്ത അവർ ഫ്രീസാക്കണമെന്ന് പറഞ്ഞ MOU ആണല്ലോ എടുത്തു കാണിക്കുന്നത്. എന്തിനാണ് അശോക് ഗെഹ്ലോട്ട് ഒപ്പിട്ടത്? എന്തിനാണ് കർണാടക സർക്കാരിൽ BJP ഒപ്പിട്ടത് തുടർന്നത്? ദേശീയ തലത്തിൽ കോൺഗ്രസ് സ്വീകരിച്ചിട്ടുള്ള NEP-ക്കെതിരെ സ്വീകരിച്ചിട്ടുള്ള അതിശക്തമായ നിലപാട് ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ രാജസ്ഥാനെ സംബന്ധിച്ച് അവരുടെ വികസനത്തിൽ അവർ പിന്നോക്കം നിൽക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടുത്തെ 600 സ്കൂളുകളിൽ കേന്ദ്ര സർക്കാരിൻ്റെ ധനസഹായം ലഭിക്കുമെന്നുള്ളത് കൊണ്ട് കോടാനുകോടി രൂപ അവർക്ക് ലഭ്യമാകും. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ വിദ്യാഭ്യാസ മേഖലയിൽ നവീകരിക്കുന്നതിന് വേണ്ടി കേന്ദ്രത്തിൽ നിന്ന് അർഹമായ എമൗണ്ട് സംസ്ഥാനത്തിന് ലഭിക്കുന്നതിൻ്റെ ഭാഗമായി പ്രായോഗികമായ ഒരു സമീപനം സ്വീകരിച്ചു എന്നുള്ളതാണ് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ എന്തിനാ അത് ഞങ്ങൾ വന്നാൽ അറബിക്കടലിൽ എറിയും അതുമായിട്ട് പോകരുതെന്ന് പറഞ്ഞത്? ഇവിടെ 2020 മുതൽ ഇവിടുത്തെ CPM-ഉം അതിൻ്റെ ജിഹോകളും ഇടതുപക്ഷ വർഗ ബഹുവചന സംഘടനകളും തെരുവിലിറങ്ങി സമരം വിളിച്ചുകൊണ്ടിരുന്ന എന്തായിരുന്നു? ഞങ്ങൾക്ക് ഈ കാവ്യവൽക്കരണ വിദ്യാഭ്യാസ നയത്തിനെതിരെ ഞങ്ങൾ കടന്നു പോരുത്. അതായത് ബി താങ്കൾ ഇപ്പോൾ പറയുന്നു അതിൻ്റെ രാഷ്ട്രീയം ഡോക്ടർ പി കെ ഗോവൻ, എൻ്റെ സംശയമാണ്, ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ എൻ്റെ സംശയമാണ് ഞാൻ ചോദിക്കുന്നത്. വർഗ ബഹുജന സംഘടനകളും ഇടതുപക്ഷവും ഒക്കെ പറഞ്ഞു ഈ കാവ്യവൽക്കരണം അനുവദിക്കില്ലെന്ന്. ഇതേ നിലപാട് തന്നെയല്ലേ നിങ്ങൾക്കും ഉണ്ടായിരുന്നത് കോൺഗ്രസിന് ദേശീയ തലത്തിൽ? താങ്കൾ തന്നെ നേരത്തെ പറഞ്ഞത് പ്രകാരം അങ്ങനെയാണെങ്കിൽ എന്തിനാണ് രാജസ്ഥാനിൽ ഒപ്പിട്ടത്? കേരളം വിടൂ, രാജസ്ഥാനിൽ എന്തിനാണ് ഒപ്പിട്ടത്? എന്തിനാണ് കർണാടകയിൽ നടപ്പാക്കിയത്? വിദ്യാഭ്യാസ മേഖലയിലെ വികസനത്തിന് വേണ്ടി ഏതാണ്ട് 600 സ്കൂളുകളുടെ വികസനത്തിന് വേണ്ടി ന്യായമായിട്ട് ലഭിക്കേണ്ട, കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കേണ്ട വിഹിതം സ്വീകരിച്ചുകൊണ്ട് വിദ്യാഭ്യാസ മേഖലയെ നവീകരിക്കുന്നതിന്റെ പ്രായോഗികമായ സമീപനം സ്വീകരിച്ചു എന്നാണ് അശോക് ഗെഹ്ലോട്ട് മാധ്യമങ്ങൾക്ക് നൽകിയ. എന്തിനാണ് ഇവിടെ
ഇത് വലിച്ചു കീറി അറബിക്കടലിലെറി. ഇവിടെ വിദ്യാഭ്യാസ നവോത്ഥാനത്തിനായി സംസ്ഥാനത്തിന് അർഹതപ്പെട്ട കേന്ദ്രത്തിന് പണം വേണ്ടേ? രാജസ്ഥാന് മാത്രം മതിയോ? കർണാടകയ്ക്ക് മാത്രം മതിയോ? റജി, അന്ന് വിമർശിച്ചതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എന്തായിരുന്നു? ഇവിടെ PM ശ്രീയിൽ ഒപ്പിടുന്നത് സംബന്ധിച്ച് നിങ്ങൾ മന്ത്രിസഭയിൽ ചർച്ച ചെയ്തിരുന്നുവോ? നിങ്ങൾ ഇടതുമുന്നണിയിൽ നിങ്ങൾ മന്ത്രിസഭയുടെ കാര്യമൊക്കെ അവരുടെ ഉള്ളിലെ കാര്യം, അതൊക്കെ അവിടെ നിൽക്കട്ടെ. അത് മാധ്യമങ്ങൾ എഴുതുന്നു, അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഞാൻ ചോദിക്കുന്നത് പോളിസിയാണ്, നയമാണ്, നയങ്ങളെക്കുറിച്ചാണ്. അതിൽ ഒരു സ്ട്രാറ്റജി വേണം. ഞാൻ ഒരൊറ്റ കാര്യം ചോദിക്കുന്നു, റജി, ദേശീയ തലത്തിൽ നിങ്ങൾക്ക് ഈ PM ശ്രീയുമായി ബന്ധപ്പെട്ട് ഒരു വിധത്തിലും അതുമായി യോജിക്കാത്ത രാഷ്ട്രീയം ഉണ്ടായിരുന്നിരിക്കെ എന്തിനാണ് നിങ്ങൾ രാജസ്ഥാനിൽ അത് ഒപ്പിട്ടത്? നിങ്ങളുടെ അശോക് ഗെഹ്ലോട്ട് ഒപ്പിട്ടത് എന്തിനാണ്? കർണാടകയിൽ നിങ്ങളത് തുടർന്നു കൊണ്ടുപോയത് എന്തിനാണ്? ഇപ്പോൾ ഒരു MOUവിൻ്റെ കാര്യമാണ് ഇവിടെ പറയുന്നതെങ്കിൽ കേരളത്തെ മാറ്റി നിർത്താം. എന്തിനാണ്? അപ്പോൾ ദേശീയ തലത്തിൽ തന്നെ നിങ്ങൾക്ക് ഇതുമായി വിയോജിപ്പില്ല, വെറുതെ വാചകം മാത്രമേ ഉള്ളൂ എന്നാണ് PK ഗോവൻ പറഞ്ഞു വെച്ചതിൻ്റെ മലയാളം. നോക്കൂ, സാമ്പത്തികമായി കേന്ദ്ര സർക്കാർ സംസ്ഥാന തലത്തിൽ സമ്മർദ്ദത്തിലാക്കിയപ്പോഴാണ് നിങ്ങൾ പോലും ഇടത് സർക്കാരിന്റെ കാലഘട്ടത്തിൽ പോലും ഈ അതിപ്പോ പറഞ്ഞാൽ മതി, അതിപ്പോ പറയണ്ട, അത് റദ്ദായിരിക്കുന്നു, അതിപ്പോ പറയണ്ടെന്നേ. ഈ രീതിയിൽ ഒരു ജനകീയ ഭരണത്തെ നിങ്ങൾ വസ്തുതാവിരുദ്ധമായി ആക്ഷേപിച്ചിട്ട് ഇപ്പം വന്നിരുന്ന് കരഞ്ഞു പറയുന്നു ബീറജി. അത് വേണ്ട. താങ്കൾ നേരത്തെ ചോദിച്ചില്ലേ ഒറ്റക്കാര്യം? ഞാൻ PK ഗോവനിലേക്ക് പോയാണ്. ഒറ്റക്കാര്യം താങ്കൾ ചോദിച്ചില്ലേ? ഇടതുപക്ഷം പറഞ്ഞതാണ് ശരി എന്ന് ബോധ്യമാകുന്നത് എന്താണെന്നറിയാമോ? ഇടതുപക്ഷം പറഞ്ഞതാണ് ശരിയെന്ന് ബോധ്യമാകുന്നത് ദാണ്ട ജബി മേത്തർക്കും PV അബ്ദുൽ വഹാബിനും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗമായി ഇതുമായി ബന്ധപ്പെട്ട വസ്തുത പാർലമെൻറ്റിൽ വെച്ച വിവരത്തിൻ്റെ രേഖകളാണ് എൻ്റെ കയ്യിലുള്ളത്, ഞാൻ നേരത്തെ വായിച്ചത്. അതാണ് ഇടതുപക്ഷക്കാർ പറഞ്ഞതാണ് ശരിയെന്ന് ബോധ്യമാക്കുന്നത്. റജി, ഇത്രയും മതി. ഇതുകൊണ്ടാണ് M ജയചന്ദ്രൻ രാഷ്ട്രീയ നിരീക്ഷകൻ പറഞ്ഞത് CM എന്നത് ചീഫ് മാനിപ്പുലേറ്ററാണ്, ഉപജാപങ്ങളുടെ രാജകുമാരനാണ്, മുഖ്യനാണെന്ന് തോന്നുന്ന അദ്ദേഹത്തിന് കാരണം. മനസ്സിലായോ? ഇത്തരം കാര്യങ്ങളുമായി മുമ്പോട്ട് വരുന്നു. കാരണം എന്താ? പാളയവുമാം SYS നേതാക്കൾ, പിന്നീട് യൂത്ത് ലീഗ് നേതാക്കൾ, മലപ്പുറത്തെ ഞാൻ പേര് പറയാം, യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി അവരുടെ മലപ്പുറം അടക്കം യൂത്ത് ലീഗിൻ്റെ ഉള്ളവർ പോലും മുസ്ലിം ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും PM ശ്രീ അനുകൂല നിലപാടിനെതിരെ രംഗത്ത് വന്നു എന്ന വസ്തുത ഞാനിപ്പോൾ താങ്കളുടെ മുമ്പിലേക്ക് വെക്കുകയാണ്. ഞാൻ തിരിച്ചെത്താം ബീറജി. ഡോക്ടർ PK ഗോപൻ ആരാണ് നിർബന്ധിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞില്ല. എന്തുകൊണ്ടാണ് ഇത് ചെയ്യേണ്ടി വരുന്നത് എന്നതിനെ സംബന്ധിച്ച് അദ്ദേഹം ഇപ്പോൾ വിശദീകരിക്കുകയാണ്. പക്ഷേ കേരളത്തിൻ്റെ കാര്യത്തിൽ മറ്റൊരു മാനദണ്ഡം, മറ്റൊരു അളവുകോല്. ഇതിൽ എന്റെ ചോദ്യം ഇപ്പോഴും ഉയർന്നു നിൽക്കുകയാണ് ശ്രീ അജിം ഷാ. ഞാൻ ശ്രീ റെജിയോട് ചോദിച്ചത്, റെജിയുടെ ഊഴം വരുമ്പോൾ പറയേണ്ടത് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയെ സംബന്ധിച്ച് കോൺഗ്രസിന് എതിർപ്പുണ്ട്, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയുകയാണല്ലോ. PMCയുടെ നിലപാടാണ് ഞാൻ ചോദിച്ചത്. PMCയുടെ കാര്യത്തിൽ PMCക്കകത്ത് ഇന്ത്യ രാജ്യത്തെ BJP അത് നടപ്പിലാക്കുന്നതിനോട് കോൺഗ്രസിന് യോജിപ്പുണ്ടോ? ഇതാണ് എന്റെ ക്വസ്റ്റ്യൻ. ഒന്നും കൂടി ക്ലാരിറ്റി. അതാണ് ഞാൻ ചോദിക്കാനും പറയാനും ശ്രമിച്ചത്, പക്ഷേ അദ്ദേഹം പറഞ്ഞില്ല. ഞാൻ ഒരു സെക്കൻഡ് എടുത്ത് ഇതാണ്ട ബീറജി, ഡോക്ടർ ഗോവൻ ഷാർപ്പായി ചോദിക്കുന്നു, അതിന് മാത്രം ഉത്തരം പറയണം. ഇത് അദ്ദേഹത്തിന്റെ സമയമാണ്. താങ്കൾ PMCയിൽ കോൺഗ്രസിന്റെ നിലപാട് അറിയണ്ടേ? PMC കൊള്ളാവോ കൊള്ളത്തില്ലയോ, വേണോ വേണ്ടയോ? നോക്കൂ, ഞാൻ വളരെ കൃത്യമായി ആ നിലപാട് വ്യക്തമാക്കുകയുണ്ടായി. അതായത് RSSന്റെ വിദ്യാഭ്യാസ അജണ്ട നടപ്പാക്കുവാൻ ധർമ്മേന്ദ്ര പ്രധാൻ ശ്രമിക്കുകയും ആ ധർമ്മേന്ദ്ര പ്രധാനെ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന്റെ ഭാഗമായി അദ്ദേഹം ഇപ്പോൾ പുറത്താവുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ കേന്ദ്രത്തിൽ വിദ്യാഭ്യാസ നയത്തിൽ ഇനി മാറ്റം വരുന്നു. ഇതിനെ PMCയുടെ കാര്യത്തിൽ മറുപടി ഉണ്ടോ? PM ശ്രീ വേണമോ വേണ്ടയോ? PMCയുടെ കാര്യം പറ. PMC ഇന്ത്യ രാജ്യത്ത് നടപ്പിലാകണോ വേണ്ടയോ? ഉത്തരം കൃത്യമായിട്ട് പറ. വേണമെങ്കിൽ പറയണമെന്ന് പറ, വേണ്ടെങ്കിൽ വേണ്ടെന്ന് പറ. കേന്ദ്ര സർക്കാരിന്റെ അത്തരം നടപടികളെ നഖശികാന്തം കോൺഗ്രസ് എതിർത്തിട്ടുണ്ട്. ഇവിടെ സംസ്ഥാനത്ത് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഒറ്റ കാര്യം അങ്ങോട്ട് ചോദിക്കട്ടെ. ഇതിന് ഞാൻ പറഞ്ഞു, ഞാൻ ഒരു ചോദ്യം ചോദിക്കുകയാണ്. അജിംഷാദ്, ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ, ഒരേ ഒരു ചോദ്യം. ഈ UDF സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം PMC ശ്രീ വിഷയത്തിൽ ഏതെങ്കിലും കരാറിൽ ഒപ്പിട്ടിട്ടുണ്ടോ? ഏതെങ്കിലും തുടർ നടപടി സ്വീകരിച്ചിട്ടുണ്ടോ? ഈ ദിവസം UDF കൺവീനർ തന്നെ ഇന്നലെ പറഞ്ഞതാണ്. എന്റെ ക്വസ്റ്റ്യൻ ഉത്തരം പറ. ശരി, നിങ്ങളൊന്നും സ്വീകരിച്ചിട്ടില്ല. PMCയുടെ കാര്യത്തിൽ കോൺഗ്രസിന്റെ നിലപാടെന്താ? അത് പറ.
വേണോ വേണ്ടയോ? ഞാൻ പറഞ്ഞല്ലോ, ഞാൻ 2-3 തവണ നടപ്പാക്കണോ വേണ്ടയോ? പറഞ്ഞു നടപ്പാക്കണോ വേണ്ടയോ? അത് ശരിയാണോ തെറ്റാണോ? അതാണ് അദ്ദേഹം ചോദിക്കുന്നത്. PMC വേണോ വേണ്ടയോ? കോൺഗ്രസിന്റെ സ്റ്റാൻഡ് എന്താ? ഞാൻ പറഞ്ഞത് കേന്ദ്ര സർക്കാരിന്റെ വിദ്യാഭ്യാസ നയങ്ങളെ നഖശികാന്തം എതിർക്കുന്ന സമീപനമാണ് കോൺഗ്രസ് സ്വീകരിച്ചിട്ടുള്ളത്. ആ നിലപാടാണ് ഞാൻ ഇതിൽ കൂടുതൽ അതിരിക്കട്ടെ. PMCയുടെ കാര്യം പറ. PMC വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായി വരുന്ന വസ്തുതയല്ലേ? അങ്ങേക്ക് അറിവുള്ളതല്ലേ? ആയിക്കോട്ടെ, PMC വേണോ വേണ്ടയോ? അങ്ങയുടെ സർക്കാർ അതിൽ MOയിൽ സൈൻ ചെയ്ത് കഴിഞ്ഞിരുന്നല്ലോ. ഇനിയിപ്പോ വേണോ വേണ്ടയോ എന്ന് ചർച്ച ചെയ്തിട്ട് അതിൽ സാങ്കത്യമുണ്ടോ? കോൺഗ്രസിന്റെ നിലപാടാണ് ചോദിച്ചത്. PMC വിഷയത്തിൽ കേരളത്തിന് വേണ്ടി മുൻ സർക്കാരിന്റെ കാലഘട്ടത്തിൽ പോയി സൈൻ ചെയ്തു. ഇനി വേണോ വേണ്ടയോ എന്ന് കൃത്യമായ ഇല്ല. അതായത് നമുക്ക് വേണ്ടുന്ന ഉത്തരവാണ്. PMC ഈ രാജ്യത്ത് ഒപ്പിട്ട് അതിന്റെ പൈസയും വാങ്ങിച്ച് സ്കൂൾ ലിസ്റ്റും സെലക്ട് ചെയ്ത് കൊടുത്ത് അതിന്റെ വിദ്യാഭ്യാസ പദ്ധതി നടപ്പിലാക്കിയിട്ട് ഈ കേരളത്തിലെ മൈനോറിറ്റിയെ LDFനെതിരായിട്ട് തിരിക്കാൻ വേണ്ടി മാത്രം ഇത് പിണറായി വിജയനും നരേന്ദ്രമോദിയും തമ്മിലുള്ള അഡ്ജസ്റ്റ്മെന്റിന്റെ ഭാഗമായി ഇതാ കേരളത്തിലെ വിദ്യാഭ്യാസ പദ്ധതിയെ നരേന്ദ്രമോദിക്ക് അടിയറ വെച്ചിരിക്കുന്നു. എന്നിട്ട് KM ഷാജി പ്രസംഗിക്കുക, കേന്ദ്ര വിദ്യാഭ്യാസ പദ്ധതിയിൽ നിന്ന് ഇറക്കിവിട്ട മഹാത്മാഗാന്ധിയെയും അംബേദ്കറെയും ഞങ്ങൾ ഇതാ തിരിച്ചു കൊണ്ടുവരും, LDF UDF അധികാരത്തിൽ വന്നാൽ തിരിച്ചു കൊണ്ടുവരും, ഞങ്ങൾ ഈ കരാറെടുത്ത് അറബിക്കടലിന്റെ അഗാധതയിൽ വലിച്ചെറിയുമെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ചോദിച്ചോ പറയുക ഞാൻ ആലങ്കാരികമായിട്ടാണ് പറഞ്ഞത്. ആലങ്കാരികമായിട്ടാണ് പറഞ്ഞാൽ അതിന്റെ വാച്യാർത്ഥം എന്താ? ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഇത് നിർത്തലാക്കുമെന്നല്ലേ? അതിന് പകരം LDF കത്ത് കൊടുത്ത് ഒരു കാര്യം മുന്നോട്ട് നീക്കാതെ, അതായത് ഇതിന് 7 അടിസ്ഥാന വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യണം, സ്കൂളുകൾ സെലക്ട് ചെയ്യണം, ഇത് RBIയുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കണം, AGയുടെ ഓഡിറ്റ് ജനറലിന്റെ കത്ത് വേണം, അപ്രൂവൽ വേണം. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കിടക്കുമ്പോൾ ഒരു കാര്യം പോലും ഒരു സെന്റിമീറ്റർ മുന്നോട്ട് നീക്കാതെ അത് ഒപ്പിട്ടതിന് ശേഷം LDFനകത്തും CPMനകത്തും അത് ചർച്ചയായി വന്നപ്പോ വിദ്യാഭ്യാസ മന്ത്രിയെ കൊണ്ട് വീണ്ടും കത്ത് കൊടുപ്പിച്ച് ഞങ്ങൾ അത് ഫ്രീസ് ചെയ്തിരിക്കുന്നു, ഞങ്ങൾക്ക് ഇത് തുടരാൻ താല്പര്യമില്ല എന്ന് പറയുകയും ഇതിന്റെ നടപടിക്രമങ്ങൾ ഒന്നും ചെയ്യാതിരിക്കുകയും ചെയ്ത LDFനെ കുറിച്ച് നിങ്ങൾ പറഞ്ഞ ആക്ഷേപം മുഴുവൻ പിൻവലിച്ച് മാപ്പ് പറയണമെന്നാണ് ഞാൻ എന്റെ ചർച്ചയിൽ പറഞ്ഞത്. അതോടൊപ്പം കോൺഗ്രസിന്റെ സ്റ്റാൻഡ് പറയണം. PMC നിങ്ങൾക്ക് യോജിപ്പില്ലെങ്കിൽ എന്തിന് നിങ്ങൾ അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ ഒപ്പിട്ട് പണം വാങ്ങിക്കുന്നു? നിങ്ങൾക്ക് യോജിപ്പുണ്ടെങ്കിൽ എന്തിന് അത് തുറന്നു പറയാൻ മടിക്കുന്നു? ഇനി നിങ്ങൾക്ക് യോജിപ്പുണ്ടെങ്കിൽ LDFനെ എന്തിന് ആക്ഷേപിച്ചു? ഇതാണ് അതിൽ കാര്യം. ഇനി രണ്ടാമത്തെ പോയിന്റ് ജയചന്ദ്രൻ മാഷ് പറഞ്ഞെടുത്ത് നിന്ന് ഞാൻ ആരംഭിക്കുകയാണ്. അതായത് ജയചന്ദ്രൻ മാഷ് പറഞ്ഞത് ഡീലുമായി ബന്ധപ്പെട്ട കാര്യം പറഞ്ഞു. അത് കുറച്ചുകൂടി കൃത്യതപ്പെടുത്തി ഞാൻ പറയാം. അതായത് ഇന്നത്തെ പാർലമെന്റിലെ മറുപടിയിൽ ഇത് ഒപ്പിട്ടില്ലെങ്കിലും കാശ് തരാമെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം BJPയുടെ അജണ്ട കേരളത്തിൽ BJP ഭരിച്ചില്ലെങ്കിലും നടപ്പിലാക്കുന്ന ഒരു സർക്കാരിനെ അവർക്ക് കിട്ടി. ശ്രീ രജി, അങ്ങക്ക് ഇനി സമയം കിട്ടുമ്പോൾ ഒരു ചോദ്യത്തിനോട് ഉത്തരം പറയണം. വന്ദേമാതരത്തിനകത്ത് MOU ഇല്ലല്ലോ, LDFന്റെ ഒരു MOU ഇല്ലല്ലോ വന്ദേമാതരത്തിനകത്ത്. 1937 നിങ്ങളുടെ വർക്കിംഗ് കമ്മിറ്റി, കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി ഇന്ത്യ രാജ്യത്ത് അംഗീകരിച്ചത് വന്ദേമാതരത്തിന്റെ ആദ്യത്തെ 2 പല്ലവി അനുപല്ലവി മാത്രമാണ്. അതിന്റെ ചരണങ്ങൾ പാടാൻ പാടില്ല, അത് ഹിന്ദു വർഗീയതയാണ് എന്ന് പറയുകയും അത് നിരുത്സാഹപ്പെടുത്തുകയും നെഹ്റു ക്ലാരിഫിക്കേഷൻ കൊടുക്കുകയും ചെയ്തൊരു പ്രശ്നത്തിൽ കേരളത്തിൽ 57 EMS വന്നതിന് ശേഷം 2021 പിണറായി സർക്കാർ വരെയുള്ള എല്ലാ സർക്കാരിന്റെയും കാലത്ത് ഒരു വരി പാടിയിട്ടില്ല വന്ദേമാതരം. ആ വന്ദേമാതരം സത്യപ്രതിജ്ഞ ചെയ്തപ്പോ പാടി, അന്നേരം പറഞ്ഞു ഞങ്ങൾ അറിഞ്ഞില്ലെന്ന് പറഞ്ഞു. അത് പച്ചക്കള്ളം. പിന്നെ സംഗീതി പറയുന്നുള്ളതുകൊണ്ട് ആൾക്ക് അത്ഭുതമില്ല. രണ്ടാമത് അസംബ്ലിയിൽ അത് പിന്നെ അസംബ്ലി തുടങ്ങുന്ന സമയത്ത് ആ പാട്ട് വന്ദേമാതരം വീണ്ടും ആലപിച്ചു. അത് MOUന്റെ അടിസ്ഥാനത്തിലാണോ? അപ്പൊ BJPയുടെ സ്റ്റേറ്റുകൾ മാത്രം, മറ്റെല്ലാ സ്റ്റേറ്റുകളും അക്കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. BJPയുടെ സ്റ്റേറ്റുകൾ മാത്രം ഈ ജനഗണമനയ്ക്ക് തുല്യമായിട്ട് വന്ദേമാതരം അംഗീകരിച്ചു. അത് നിങ്ങൾ നടപ്പിലാക്കുന്നു. 19 സെനറ്റർമാരെ MG യൂണിവേഴ്സിറ്റിയിൽ BJP ഇംപ്ലിമെന്റ് അവര് പോസ്റ്റ് ചെയ്തു. അതിനകത്ത് MOU ഉണ്ടായിരുന്നോ? ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറി RSSന്റെ പ്രചാരണ ലേഖനം എഴുതുന്ന ആളാ. അങ്ങനെ ഒരാളെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറി ആയിട്ട് നിയമിക്കുന്നതിൽ MOU ഉണ്ടായിരുന്നോ? ഇല്ലല്ലോ. അപ്പൊ എന്തിന്റെ പേരിലാണ് നിങ്ങളെ ആക്ഷേപം ഉന്നയിക്കുന്നത്? ഇനി നേരത്തെ ഇവിടെ ഭക്ഷണ പദാർത്ഥം നമ്മുടെ സ്കൂൾ കുട്ടികൾക്കുള്ള ആഹാരം നിർത്തലാക്കി 2 കറി മതിയെന്ന് ജയചന്ദ്രൻ സാർ പറഞ്ഞു. അതിനകത്ത് ഒരു വനിതാ മന്ത്രിയുടെ പ്രസംഗം ഓർമ്മയുണ്ടോ?
ഞങ്ങളുടെ ശോഭന ചേച്ചിയുടെ ചെറുമകനാണ് ബിർനാണിയെ കുറിച്ച് പിന്നെ കമന്റ് ചെയ്തിരിക്കുന്നത്. ഏത് ചേച്ചിയായിരുന്നു അഞ്ജുഷാദ്? ഞങ്ങളുടെ കൊല്ലത്തെ ചവറയിലെ ശോഭന ചേച്ചിയുടെ കൊച്ചുമോഹൻ. ബിർനാണി. ആ ബിർനാണി കഴിച്ച കൊച്ചുണ്ടല്ലോ, ആ കൊച്ചിനെ കുറിച്ച് പറഞ്ഞത് ഞങ്ങളുടെ ചേച്ചിയുടെ കൊച്ചുമോനാണെന്നല്ലേ? ആ കൊച്ചിന്റെ വായിൽ മണ്ണ് വാരിയിട്ട് കൊടുത്തില്ലേ എന്റെ റജി? അതായത് ബിരിയാണി കഴിച്ചുകൊണ്ടിരുന്ന കൊച്ചുങ്ങൾക്ക് ചോറുമില്ല, കറിയില്ല, കിഴക്കുന്ന് വന്നതുമില്ല, ഒറ്റാലി കടന്നതുമില്ല. ഈ പാവപ്പെട്ട കുട്ടികളെയൊക്കെ ഇങ്ങനെ പറ്റിക്കാവോ? മൂകാംബികയിൽ ബസ്സിൽ കയറി പോകാൻ തീരുമാനിച്ച് മരുമകളുടെ വീട്ടിൽ പോകാൻ തീരുമാനിച്ച അമ്മച്ചിമാരെടുക്കല് സിറ്റി ഫാസ്റ്റ് എന്നും പറഞ്ഞ് ബസ്സിൽ പോസ്റ്റെല്ലാം ഒട്ടിച്ച് സകല ഓർഡിനറി സിറ്റി ഫാസ്റ്റ് ആക്കി മാറ്റി 5-6 ടയറ് കേടായ ഓർഡിനറി മാത്രം കൊടുത്തിട്ട് അവരെ പറ്റിക്കാവോ? 35 ലക്ഷം മനുഷ്യർക്ക് 1000 രൂപ വീതം കൊടുത്തുകൊണ്ടിരുന്നത് ഇല്ലാതാക്കിയിട്ട് അവരെ പറ്റിക്കാവോ? നമ്മുടെ ന്യൂ ജനറേഷനോട് പറഞ്ഞ് ഇഷ്ടം പോലെ മോഡിഫിക്കേഷൻ നടത്തിക്കോളാൻ പറഞ്ഞ് വാഹനങ്ങൾക്ക്, എന്നിട്ട് പറഞ്ഞു സീറ്റ് കവർ മാത്രം പിടിപ്പിച്ചോളാൻ പറഞ്ഞ് 5 കോടി രൂപ അവരിൽ നിന്ന് പിരിച്ചെടുത്ത് അവരെ പറ്റിക്കാവോ? ഇങ്ങനെ LDF-നെതിരായിട്ട് എന്തൊക്കെ ആക്ഷേപം ഉന്നയിച്ചോ അതെല്ലാം ഇപ്പൊ നിങ്ങൾക്ക് തിരിച്ചടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതല്ലേ യാഥാർത്ഥ്യം? അതെ. അപ്പോ ഇതിനകത്ത് കൃത്യമായിട്ട് നിങ്ങൾ മറുപടി പറഞ്ഞേ മതിയാവൂ. അതുകൊണ്ട് നിങ്ങൾ മാപ്പ് പറഞ്ഞാൽ മതിയാവും, അല്ലാതെ വേറെ മാർഗമൊന്നും ഇതിനകത്തില്ല. പി കെ ഓം പറഞ്ഞു വെച്ചത് UDF ജയിക്കുമ്പോൾ BJP ഭരിക്കുന്നു. ഇതാണ് ശ്രീ ബി റജി. ഈ തുമ്പപ്പൂ എന്നാൽ മഞ്ഞൾ പോലെ കറുത്തിരിക്കും എന്ന് പറയുന്ന പോലെയാണ് ഈ UDF-ന്റെ നിലപാടുകൾ. കാരണം ഒന്ന്, നിങ്ങൾ തുറന്ന് പറയുന്നില്ല PM ശ്രീയുമായി ബന്ധപ്പെട്ട് മുമ്പോട്ട് പോകുമോ ഇല്ലയോ. എന്നാൽ മുമ്പോട്ട് പോകും തീരുമാനിച്ചു എന്ന് ചിലർ പറയുന്നു, അതിനെ എതിർക്കുന്നു എന്ന് ചിലർ പറയുന്നു, അതേ ഗ്രൂപ്പിൽ തന്നെ പെട്ടവർ പറയുന്നു ഇത് ഞങ്ങൾ തുടർന്നേ പറ്റൂ എന്ന് പറയുന്നു. അപ്പോൾ നിങ്ങളുടെ എന്താണ് ഇതിലുള്ള തീരുമാനം? ജനങ്ങളോട് തുറന്നു പറയാത്തത് എന്താണ്? ഈ ഒളിച്ചുകളിയുടെ പിന്നിലെ വസ്തുത എന്ത്? മുൻകാര്യങ്ങളൊന്നും പറയണ്ട, ഞാൻ താങ്കളോട് സത്യം ചോദിക്കില്ല. അജംഷാദ്, അത് വളരെ സുവ്യക്തമാണ്. കാരണം കഴിഞ്ഞ ജൂൺ 17-ാം തീയതി ഇത് സംബന്ധിച്ച് ക്യാബിനറ്റിൽ ചർച്ച വരികയുണ്ടായി. ജൂൺ 18-ാം തീയതി 4 പേരടങ്ങുന്ന 4 മന്ത്രിമാരടങ്ങുന്ന ഒരു സബ് കമ്മിറ്റിയെ ഫോം ചെയ്തിട്ടുണ്ട്. ആ സബ് കമ്മിറ്റി ഇതിൻ്റെ പ്രായോഗിക വശത്തെക്കുറിച്ച് വലിയ വിശദമായ ചർച്ച നടക്കുന്നു. കേരളത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് കേരളത്തിൻ്റെ സ്വതന്ത്രമായ സിലബസ് നിശ്ചയിക്കുന്നത് സംബന്ധിച്ച് അങ്ങനെ പറ്റില്ലെന്നാണ് പറയുന്നത്. ഇന്ന് ഇതേ ജയന്ത് തന്നെ നൽകിയ കേന്ദ്രമന്ത്രി ജയന്ത് ഈ വി ശിവദാസ് MP-യുടെ ചോദ്യത്തിന്, ഇപ്പോൾ PV അബ്ദുൽ വഹാബിനും ജബി മേത്തർക്കും ഒക്കെ എന്ന പോലെ വി ശിവദാസ് MP ഇടത് MP-ക്കും ചോദ്യത്തിന് മറുപടി പറഞ്ഞത് NEP 22 മീൻസ് 2020 പ്രകാരം ദേശീയ കരിക്കുലം പ്രകാരമുള്ള ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ ചട്ടക്കൂടിൽ മാത്രമേ ഇത് നടപ്പാക്കൂ PM ശ്രീ എന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. കോൺഗ്രസിൻ്റെ സ്വതന്ത്രമായ രാഷ്ട്രീയ നിലപാടിനും നയത്തിനും രാഷ്ട്രീയ തീരുമാനങ്ങൾക്കും അനുസൃതമായിട്ടുള്ള നിലപാടായിരിക്കും ഇക്കാര്യത്തിൽ സ്വീകരിക്കുക. അങ്ങനെ സ്വീകരിക്കുന്നതിന് മുന്നോടിയായി ക്യാബിനറ്റ് സബ് കമ്മിറ്റിയുടെ റിപ്പോർട്ട് വരണം. അതിനുശേഷമായിരിക്കും ഇക്കാര്യത്തെക്കുറിച്ച് നാളിതുവരെ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. ഡോക്ടർ ഗോപൻ അദ്ദേഹം സൂചിപ്പിച്ച ഒരു കാര്യത്തിന് മറുപടി കൊടുക്കണം. അതായത് ഇവിടെ BJP-യുമായിട്ട് എന്തോ ലൈസൺ ഉണ്ട് എന്ന് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ കൂടി മനസ്സിലാക്കാൻ കഴിയുന്നു. നമ്മുടെ കേരള സർക്കാരിനെ തുടക്കം മുതൽ തന്നെ ബുദ്ധിമുട്ടിക്കുവാനായിട്ടാണ് കേന്ദ്രം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളെ ഒരു ഏകീകൃത തുറമുഖ നഗരം പദ്ധതിക്ക് വേണ്ടി ധനസഹായം ആവശ്യപ്പെട്ടിട്ട് അവർ റിജക്ട് ചെയ്തിരിക്കുന്നു. 1% GDP-യുടെ 1% ഇൻക്രീസ് കടമെടുപ്പിന് ആവശ്യപ്പെടണമെന്ന് പറഞ്ഞ അദ്ദേഹം പറഞ്ഞ കാര്യമാണ് കൂടുതൽ താങ്കൾ ശരിവെക്കുകയാണോ? കേട്ടില്ല. അപ്പം കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തെ സാമ്പത്തികമായി ഏത് രീതിയിൽ സമ്മർദ്ദത്തിലാക്കാമോ അത്തരത്തിലുള്ള സമ്മർദ്ദം ആക്കുന്ന നടപടികൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ ആ നിലപാട് പി കെ ഗോപൻ എന്തോ ചോദിക്കുന്നു പെട്ടെന്ന് ഒന്നും ചോദിക്കില്ല. കണക്ക് കൃത്യമായിട്ട് കൊടുത്താൽ മതി, അവർ പൈസ തരും. ഒരു സമ്മർദ്ദം അവരുടെ ഭാഗം ഉണ്ടാവത്തില്ല. ഇതാണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഇവിടെ ഈ വിഷയം സംബന്ധിച്ച് CPM-നെ സംബന്ധിച്ച് അവർക്ക് ഈ സംഭവത്തിൽ വിമർശനം ഉന്നയിക്കാൻ ധാർമ്മികമായ അവകാശം ഇല്ല എന്നുള്ളതാണ്. അത് കേരളത്തിലെ ജനങ്ങൾക്കറിയാം. കേരളത്തിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്ന തരത്തിൽ വേണം ഇക്കാര്യത്തിൽ CPM-ന്റെ നേതാക്കന്മാർ അഭിപ്രായം പറയാൻ. ശ്രീ ബി റജി, അങ്ങനെയാണെങ്കിൽ എന്തിനാണ് രാജസ്ഥാനിൽ ഒപ്പുവെച്ചത്? അങ്ങനെയാണെങ്കിൽ കർണാടകയിൽ തുടർന്നത് എന്തിനാണ്? ഇപ്പോൾ കേരളത്തിൽ മറ്റൊരു ന്യായം പറഞ്ഞു തുടരുന്നു. എന്നിട്ട് പാപഭാരം മുമ്പുള്ളവരുടെ തലയിൽ വെക്കാൻ ശ്രമിക്കുന്നു. എന്നിട്ട് ഈ വിഷയത്തെക്കുറിച്ചൊരു വ്യക്തതയോടുകൂടി ഇതിലെ വൈരുദ്ധ്യങ്ങൾ കൂട്ടിമുട്ടുന്നതുകൊണ്ട് ലീഗിൻ്റെ ഒരു വിഭാഗത്തിന് വേറൊരു അഭിപ്രായം, കോൺഗ്രസിൻ്റെ മന്ത്രിമാർക്ക് വേറൊരു അഭിപ്രായം, UDF കൺവീനർക്ക് വേറൊന്ന്, മന്ത്രി കുഞ്ഞാലിക്കുട്ടിക്ക് വേറൊന്ന്, ഇങ്ങനെ കൺഫ്യൂഷൻ ആക്കുകയും ചെയ്യുന്നു. എന്തിനാണ് ഇതൊക്കെ എന്നാ ചോദിക്കുന്നത്? നോക്കൂ, കൈരളിയുടെ പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിക്കില്ല. ഞാൻ വളരെ സുവ്യക്തമായിട്ട് അക്കാര്യത്തിൽ ഞാൻ പറയുകയുണ്ടായി. അതായത് MOU സൈൻ ചെയ്തു കഴിഞ്ഞ LDF സർക്കാർ. ആ MOU-ൽ നിന്ന് ഒരു സംസ്ഥാനത്തിന് നിലവിലെ അത് കേന്ദ്ര സർക്കാരിന് മാത്രമേ വീണ്ടും വളച്ചൊടിക്കുകയാണ്. ശരി, ഓക്കെ. ശ്രീ
എം ജയചന്ദ്രൻ, ഈ വിഷയത്തിൽ ഉള്ള ഒളിച്ചുകളി എത്ര നാൾ എങ്ങനെ തുടരാനാകും? ഇതിൻ്റെ അന്ത്യം എന്താണ്? എന്താണ് കോൺഗ്രസ് മറയ്ക്കാൻ ശ്രമിക്കുന്നത്? എന്ത് വൈരുദ്ധ്യത്തിലാണ് കോൺഗ്രസും UDF ഇപ്പോൾ ആടിയുലയുന്നത്? ചുരുക്കി. റജിയോടാണ് പ്രധാനമായും, പിന്നെ UDF-കാരോടും കൂടെയാണ് എന്റെ ഈ പ്രതികരണം കേട്ടോ അജിംഷാദിന്റെ ചോദ്യത്തിന്. റജി കേട്ടോളൂ, നിങ്ങൾ ഈ MOUയെ കുറിച്ച് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും MOU എന്ന് തന്നെയാണല്ലോ പറയുന്നത്. ഈ ജയന്ത് ചൗധരി ശ്രീ വഹാബ് MP കൊടുത്ത മറുപടിയുടെ ഐറ്റം C പറയുന്നു, അണ്ടർ ദ PM ശ്രീ സ്കീം states union territories sign a memorandum of understanding MOU with center laying down the commitments for supporting the schools for achieving specified quality assurance to PM3 schools. ഏതാ ആദ്യം ഇങ്ങനെ ഒരു MOU ഒപ്പിടണം കേന്ദ്രവുമായിട്ട് ഈ പിന്നെ സംസ്ഥാന സർക്കാരുകളും യൂണിയൻ ടെറിട്ടറീസും. അതാണ് ഈ സെക്രട്ടറി തലത്തിൽ ചെയ്തത്. എന്നിട്ട് അടുത്ത വരിയിൽ പറയുകയാണ്, thereafter അതിനുശേഷം the selection of PM3 schools is done through the challenge mode. Thereafter PM3 school തീരുമാനിക്കപ്പെടൂ, അതിനുശേഷം മാത്രം. അപ്പൊ ആ ഘട്ടത്തിലാണ് LDF സർക്കാർ പിൻവാങ്ങുകയും ക്യാപ്റ്റൻ അബേൽസ് സ്വീകരിക്കുകയും അത് അങ്ങോട്ട് അറിയിക്കുകയും ചെയ്തത്. അതോടുകൂടി ആ ഇടപാട് കഴിഞ്ഞു. ഇത് എല്ലാവർക്കും അറിയാം, ഇത് കേൾക്കുന്നവർക്കും ഇവരെ സപ്പോർട്ട് ചെയ്തവർക്കും ഒക്കെ അറിയാം ജയചന്ദ്രൻ സാർ. അവരൊക്കെ ഇപ്പൊ പറഞ്ഞു. പക്ഷെ ഇവരുടെ മുമ്പിൽ ഒരു വാചകം വേണമല്ലോ കോൺഗ്രസിന്, അതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ല അജിംഷാദെ, അതറിയാം, ഞാൻ അതല്ല പറയുന്നത്. ഇത് ജയന്ത് ചൗധരി രാജ്യസഭയിൽ നൽകിയ മറുപടിയിൽ എടുത്തു പറയുന്ന ഐറ്റം സിയിലാണ് ഇത് പറയുന്നത്. അപ്പൊ ഈ MOUയുടെ ഇടപാട് അവിടെ തീർന്നു. അത് നിങ്ങൾ അത് റജിക്ക് അറിയാൻ വയ്യാത്താണെങ്കിൽ ഈ ഓർഡർ ഒന്ന് വായിച്ചു നോക്കണം. അത് അറിഞ്ഞിട്ടും കള്ളം പറയുകയാണെങ്കിൽ അത് വേറെ ഇടപാടാണ്. അറിഞ്ഞിട്ടും കള്ളം പറയാണ്. അല്ല, UDF കൺവീനർ ഇന്നലെ പറഞ്ഞതല്ല ഇന്ന് പറയുന്നത്, നേരെ തിരിയുകയാണല്ലോ. ഈ യൂട്ടേൺ എന്നും പറഞ്ഞാൽ പോരാ, അതിന് സെൽഫ് ഗോൾ എന്ന് പറയേണ്ടത് റജി. സെൽഫ് ഗോൾ എന്നൊരു ഒറ്റ പദം അതിന് യോജിക്കൂ. അതാണല്ലോ ഉണ്ടായത് UDF കൺവീനറിൽ. എത്ര കാലം അതാണ് ശ്രീ പി കെ ഗോയൽ, ഒരു മിനിറ്റിൽ പ്ലീസ്. എള്ളോളം താമസിച്ചാലും എല്ലാവർക്കും ബോധ്യമായി നിങ്ങൾ പറഞ്ഞതാണ് ശരി, നിങ്ങൾ എന്തെന്ന്. ശ്രീ അജിംഷാ, 2026 ലോകകപ്പിൽ ഒരു സെൽഫ് ഗോളും ഉണ്ടായില്ലെന്ന് തോന്നുന്നു. അപ്പോ VD സതീശൻ അതിന് പരിഹാരമായിട്ട് സെൽഫ് ഗോൾ സ്ഥിരമായിട്ട് അടിച്ചുകൊണ്ടിരിക്കുക. എനിക്ക് ഇതിനകത്തുള്ള ഒറ്റ പ്രശ്നമേ ഉള്ളൂ, ഈ MOU ഒപ്പിട്ടതിന്റെ പേരിൽ നടപ്പിലാക്കിയില്ലെങ്കിൽ വിവരം അറിയാമെന്നും പറഞ്ഞ് കേന്ദ്ര ഗവൺമെന്റ് അവരുടെ മേൽ സമ്മർദ്ദം ചെലുത്തുന്നുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ അതിന്റെ രേഖയൊന്ന് പുറത്തു വിടണം. ഒന്ന്. രണ്ടാമതായിട്ട് ആരാണ് ഇവരുടെ മേൽ സമ്മർദ്ദം ചെലുത്തുന്നത്? രണ്ടാമതായിട്ട് ഈ ഗവൺമെന്റിനെ പിരിച്ചുവിടുവോ? ഈ MOU ഒപ്പിട്ടുപോയി ഇനി PMC നടപ്പിലാക്കിയില്ലെങ്കിൽ ഭരണഘടനയുടെ 356 ഉപയോഗിച്ച് കേരള സർക്കാരിനെ ഇവർ പിരിച്ചുവിടുവോ? ഇവര് പറയുകയാണ് ഞങ്ങൾക്ക് നടപ്പിലാക്കാതിരിക്കാനേ പറ്റുന്നില്ല. എന്ത് സമ്മർദ്ദമാണ് ഇവരുടെ മേൽ വന്നുകൊണ്ടിരിക്കുന്നത്? അപ്പൊ വിഷയം എന്താ? വിഷയം ഇവർക്ക് ഇഷ്ടമാണത്. ഈ PMC തുടരുന്നത് ഇവർക്ക് ഇഷ്ടമാണ്. ഇവരുടെ നിലപാടാണത്. ഇവർ ജനങ്ങളെ പറ്റിച്ചു, അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ജനങ്ങളെ പറ്റിച്ചു, LDF-ന്റെ കാലത്ത് ജനങ്ങളെ പറ്റിച്ചു. മാപ്പ് പറഞ്ഞേ പറ്റൂ, അല്ലാതെ നിങ്ങളെ വിടുന്ന പ്രശ്നമില്ല. അതാണ് എനിക്ക് അതിനെ കുറിച്ച് പറയാം. തീർച്ചയായും PM3 ബോധ്യമാക്കുന്നതും ഈ രാഷ്ട്രീയം തന്നെയാണ്. ഇവിടെയാണ് കോൺഗ്രസും ലീഗും അടിപതറി നിൽക്കുന്നത്. ചർച്ച ക്രോഡീകരിക്കുമ്പോൾ പങ്കെടുത്തവർക്കൊക്കെ നന്ദി. ന്യൂസ് ആൻഡ് പൂർണ്ണമാകുന്നു.